ഒപ്റ്റിക്സിൽ നല്ലൊരു ചാപ്റ്റർ അല്ലേ? നോക്ക്, വേവ് ഒപ്റ്റിക്സിൽ ആ വേവ് ഫ്രണ്ട്, പിന്നെ ഹൈഗൻസ് പ്രിൻസിപ്പിളൊക്കെ ഓർത്ത് വയ്ക്കുക. ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സമയത്ത് ഒരു വേവ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ, നമുക്കൊരു വേവ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ആ വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷനും ഷേപ്പും കാണാനുള്ള ഒരു തിയറിറ്റിക്കൽ മെത്തേഡാണ് ശരിക്ക് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റും ഇതിൻ്റെ മുകളിൽ ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ഓരോ പോയിന്റും സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ സോഴ്സ് ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വേവ്ലെറ്റ്സ് വരച്ചിട്ട് ഇപ്പോൾ v സ്പീഡിൽ പോകുന്ന വേവ് ഫ്രണ്ട് t സമയത്തിന് ശേഷമുള്ള വേവ് ഫ്രണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിൽ നിന്നും v t ഡിസ്റ്റൻസ് വെച്ചിട്ട് വേവ്ലെറ്റുകൾ മാർക്ക് ചെയ്യുക. ആ വേവ്ലെറ്റുകൾക്ക് എല്ലായിടത്തും വേവ്ലെറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാത്തിൻ്റെയും കോമൺ ടാൻജൻറ്റ് വരച്ചാൽ കിട്ടുന്നതായിരിക്കും സെക്കൻഡറി വേവ് ഫ്രണ്ട്. അപ്പോൾ ഒരു വേവ് ഫ്രണ്ട് കിട്ടിയാൽ കുറച്ച് കഴിയുമ്പോൾ വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഷേപ്പ് എന്താണ്, അത് രണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ഐഡിയ. പിന്നെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഒക്കെ വേവ് തിയറി വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. പാർട്ടിക്കിൾ തിയറി തന്നെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനൊക്കെ. അതൊക്കെ വേവ് തിയറിക്ക് പറ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ, നമ്മൾ കണ്ടതുമാണ്. പിന്നെ അതിന് പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷനൊക്കെ. അതാണ് വേവ് ഒപ്റ്റിക്സിൽ നമുക്ക് കൂടുതൽ ഡിലേ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഒരു ഹൈഗൻസ് പ്രിൻസിപ്പിളും നമ്മൾ അതിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നത്, വേവിൻ്റെ മോഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഒരു തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് വേവിൻ്റെ മോഷൻ റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൽ നമുക്ക് വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനും പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണുണ്ട്. അതിനാദ്യം കൊഹറൻ്റ് സോഴ്സസ്, രണ്ട് ലൈറ്റ് സോഴ്സസ് കൊഹറൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സെയിം ഫ്രീക്വൻസി സെയിം വേവ് ലെങ്ത് ഉള്ള രണ്ട് വേവ്സ്, അവർ തമ്മിൽ ഒന്നെങ്കിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ആയിരിക്കണം. അങ്ങനത്തെ രണ്ട് വേവ്സിനാണ് കൊഹറൻ്റ് വേവ്സ് എന്ന് പറയുക. അതുണ്ടാക്കുന്ന സോഴ്സുകളും കൊഹറൻ്റ് സോഴ്സസ് എന്ന് പറയാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് സോഴ്സുകൾ എന്താവില്ല. ഇപ്പോൾ രണ്ട് ലൈറ്റ് സോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് സോഴ്സുകളാണ് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തുകൾ സെയിം ആയിരിക്കാം, ഫ്രീക്വൻസി സെയിം ആയിരിക്കാം, പക്ഷേ അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് കൊഹറൻ്റ് ആവാറില്ല. അപ്പോൾ പിന്നെ ഒരു സോഴ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൊഹറൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ ഉണ്ടാക്കാനുള്ള മാർഗ്ഗം. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഡബിൾ സ്ലിറ്റ് മെത്തേഡാണ്. ഡബിൾ സ്ലിറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കൊഹറൻ്റ് സോഴ്സസ് ഉണ്ടാക്കാറുണ്ട്. ഒരു സ്ക്രീനിന് രണ്ട് ഹോൾസ് ഇടുക, അല്ലെ രണ്ട് സ്ലിറ്റുകൾ ഉണ്ടാക്കുക, S1 S2 രണ്ട് സ്ലിറ്റുകൾ. അതിൻ്റെ മുമ്പിൽ ഒരു മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വരുന്ന ലൈറ്റ് ഈ രണ്ട് സ്ലിറ്റുകളിലൂടെയും പോയിട്ട് രണ്ട് വേവ് ഫ്രണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഒരു സിംഗിൾ വേവ് ഫ്രണ്ടിനെ രണ്ട് വേവ് ഫ്രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് രണ്ട് സോഴ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. S1 S2 രണ്ട് സോഴ്സുകളായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് കൊഹറൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കൊഹറൻ്റ് സോഴ്സസിനാണ് നമ്മൾ ഇൻ്റർഫറൻസ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാ സോഴ്സുകൾക്കും ഇൻ്റർഫറൻസ് സംഭവിക്കാം, പക്ഷേ ഇൻ്റർഫറൻസ് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഴ്സുകൾ എന്തായിരിക്കണം, കൊഹറൻ്റ് ആയിരിക്കണം. മോണോക്രോമാറ്റിക് സോഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. മോണോക്രോമാറ്റിക് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മോണോക്രോമാറ്റിക് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഒരു സോഴ്സ് ദാറ്റ് പ്രൊഡ്യൂസസ് എ സിംഗിൾ വേവ് ലെങ്ത്, അത് മനസ്സിലാക്കുക, മോണോക്രോമാറ്റിക് സോഴ്സുകൾ. പിന്നെ അത് കഴിഞ്ഞ് പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും അവർ തമ്മിലുള്ള ബന്ധമൊക്കെ. പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് സോഴ്സുകളിൽ നിന്ന് ലൈറ്റ് വരുന്നു, രണ്ട് കറന്റ് സോഴ്സസ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ മുമ്പിൽ നമ്മളൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഈ S1 S2 മിഡ് പോയിന്റ് എന്നൊരു ലൈൻ സ്ക്രീനിലേക്ക് മീറ്റ് ചെയ്യുന്നു. അതാണ് സെൻറ്റർ ഓഫ് സ്ക്രീൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. S1 ലൈറ്റ് വന്ന് ഓയിൽ മീറ്റ് ചെയ്യുന്നു, S2 ലൈറ്റ് വന്നിട്ട് ഓയിൽ മീറ്റ് ചെയ്യുന്നു. രണ്ടും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസുകൾ സെയിം ആയിരിക്കും. അപ്പോൾ അവരുടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിലെ ഡിഫറൻസ് ആണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ S1 S2 പോകുന്ന ലൈറ്റ് ഓയിൽ മീറ്റ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടേക്കുള്ള പാത്ത് ഡിഫറൻസ് 0 ആയിരിക്കും സെൻറ്ററിലേക്ക്. വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുമ്പോൾ S1 പോയ ഡിസ്റ്റൻസും S1 S2 പോകുന്ന ലൈറ്റും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പാത്ത് ലെങ്ത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസ് ആണ് എന്ത്, പാത്ത് ഡിഫറൻസ് പറയുമ്പോൾ. ഇപ്പോൾ S2 നിന്ന് Pയിലേക്ക് ലൈറ്റ് ചെല്ലുന്നു, S1 ചെല്ലുന്നു. അപ്പോൾ S2P - S1P എടുത്താൽ മതി. ദാറ്റ് ഇസ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ. സെൻറ്ററിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ സ്ക്രീനിൽ പോകുന്നതിനനുസരിച്ച് പാത്ത് ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യാന്നൂടെ മനസ്സിലാക്കുക. പാത്ത് ഡിഫറൻസ് അറിയാമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. പാത്ത് ഡിഫറൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് φ എന്ന് പറഞ്ഞാൽ 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ചെയ്താൽ മതി ഫേസ് ഡിഫറൻസ് കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ
കൊഹറൻറ്റ് വേവ്സ് പറഞ്ഞു, പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. ഇപ്പോൾ കൊഹറൻറ്റ് വേവ്സിൻ്റെ സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ കൊഹറൻറ്റ് അഡീഷൻ ഓഫ് വേവ്സ് ആണ് പിന്നെ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കൊഹറൻറ്റ് വേവ്സ് സൂപ്പർ പോസ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നാണ്. ഇപ്പോൾ രണ്ട് കൊഹറൻറ്റ് വേവ്സ് y1 y2 രണ്ട് വേവ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അത് സൂപ്പർ പോസ് ചെയ്തിട്ട് ഒരു സിംഗിൾ വേവ് ആയിട്ട് മാറുന്ന സമയത്ത് അത് നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ ഒന്നാമത്തെ വേവ് ഇപ്പോൾ A1 കോസ് ഒമേഗ ടി എന്ന് പറയുന്നൊരു വേവാണ്, രണ്ടാമത്തത് A2 കോസ് ഒമേഗ ടി എന്ന് പറയുന്ന വേറൊരു വേവാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കോസ് ഒമേഗ ടി പ്ലസ് 5. രണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് A1 A2 ആണ്, ഒരേ ഫ്രീക്വൻസിയാണ്, പക്ഷേ രണ്ട് നമ്മളെ ഫേസ് ഡിഫറൻസ് 5 ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ പോസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻ്റ് വേവ് y is equal to 2a എന്തായിരുന്നു കിട്ടിയിരുന്നത്, രണ്ടുകൂടെ സൂപ്പർ പോസ് ചെയ്ത് കിട്ടുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മതി നമുക്ക്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് കിട്ടുക, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻ്റ് വേവ് ക്യാപിറ്റൽ എന്ന് എടുക്കുക. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേവ്സ് സൂപ്പർ പോസ് ചെയ്യുന്ന വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് A1 A2 ആണെങ്കിൽ root of A1 square plus A2 square plus 2A1 A2 cos 5 ആണ് എക്സ്പ്രഷൻ. 5 is the phase difference between the waves. ഇത് ആംപ്ലിറ്റ്യൂഡ്സ്, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഇൻഡിപെൻഡൻറ്റ് ആംപ്ലിറ്റ്യൂഡുകളുടെ ടേംസിൽ. അപ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നത് I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 cos 5 എന്നായിരുന്നു എക്സ്പ്രഷൻ കിട്ടിയിരുന്നത്. മനസ്സിലാക്കുക, ജനറൽ എക്സ്പ്രഷനാണ്. ഇപ്പോൾ ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും തമ്മിലുള്ള ബന്ധം അറിയാലോ, ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറിന് പ്രപ്പോസലാണ് ഇൻറ്റൻസിറ്റി, അത് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പറഞ്ഞില്ലേ. അപ്പോൾ സെൻറ്റർ ഓഫ് സ്ക്രീനിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ ഒക്കെ പോകുന്ന സമയത്ത് പാത്ത് ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ പാത്ത് ഡിഫറൻസ് മാറിയാലനുസരിച്ച് ഫേസ് ഡിഫറൻസ് മാറും, കാരണം ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഫേസ് ഡിഫറൻസ് മാറിയാൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയിലൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ ഇൻറ്റൻസിറ്റി മാക്സിമം ആവുന്ന സിറ്റുവേഷനാണ് നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് വേവ്സ് സൂപ്പർ പോസ് ചെയ്യാന്ന് പറയാം. കൺസ്ട്രക്റ്റീവ് ആവുന്ന സമയത്ത് എന്തായിരിക്കണം, ഇൻറ്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡൊക്കെ മാക്സിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് വരാവുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ I max is equal to I1 plus I2 plus 2 റൂട്ട് I1 I2 ആണ് വരുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി ഉണ്ടാവുക. ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറയുമ്പോൾ മിനിമം ആയിരിക്കണം ഇൻറ്റൻസിറ്റി ഉണ്ടാവേണ്ടത്. അത് മിനിമം വരിക cos 5 മിനിമം ആവുന്ന സമയത്തായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് I1 പ്ലസ് I2 മൈനസ് 2 റൂട്ട് I1 I2 എന്നാണ് എക്സ്പ്രഷൻ കിട്ടിയിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോണത്. ഇപ്പോൾ ഈ I1 I2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I0 ആണെന്ന് വിചാരിച്ചോളൂ. അതുകൊണ്ട് ഈക്വൽ ഇൻറ്റൻസിറ്റിയിലെ സോഴ്സുകളായിരുന്നെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടുക I is equal to 4I0 cos square 5/2 എന്നാണ് എക്സ്പ്രഷൻ കിട്ടുക. ഇതിനകത്തുനിന്ന് മാക്സിമം I മാക്സും I മിനിമം ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നു. I മാക്സ് 4I0 വരും, I മിനിമം 0 വരും. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാക്സിമം ആവണമെങ്കിലും മിനിമം ആവണമെങ്കിലും സോഴ്സ് ഇൻറ്റൻസിറ്റീസ് സെയിം ആയിരിക്കണം. അപ്പോൾ സോഴ്സിലെ ഇൻറ്റൻസിറ്റീസ് ഡിഫറെൻ്റ് ആവാം, ഈക്വൽ ഇൻറ്റൻസിറ്റിയുള്ള സോഴ്സുകളും ആവാം. ഈക്വൽ ഇൻറ്റൻസിറ്റിയുള്ള സോഴ്സുകളാവുമ്പോഴാണ് മാക്സിമം അതിൻ്റെ ഏറ്റവും മാക്സിമത്തിലെത്തുക, മിനിമം ഏറ്റവും മിനിമത്തിലും എത്തുക. അതുകൂടെ മനസ്സിലാക്കുക. പിന്നെ ജനറൽ കേസിൽ I മാക്സ് ബൈ I മിനിമം വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളൂ. I മാക്സ് ബൈ I മിനിമം, അതായത് മാക്സിമം ഇൻറ്റൻസിറ്റിയുടെയും മിനിമം ഇൻറ്റൻസിറ്റിയുടെയും റേഷ്യോ അത് കാണണമെങ്കിൽ A1 by A2 പ്ലസ് 1 the whole square ഡിവൈഡഡ് ബൈ A1 by A2 മൈനസ് 1 the whole square ചെയ്താൽ മതി. ഇപ്പോൾ A1 by A2 കിട്ടണമെന്നുണ്ടെങ്കിൽ I1 by I2ൻ്റെ റൂട്ട് എടുത്താൽ മതി, കാരണം I is proportional to A square എന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് സോഴ്സ് ഇൻറ്റൻസിറ്റീസ് തരികയാണെന്നുണ്ടെങ്കിൽ അതിന് സോഴ്സ് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് I മാക്സ് ബൈ I മിനിമം കാണാം. അത് കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ജനറലായിട്ട് പറയാനുള്ള കാര്യം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഒരു ബേസിക് ഐഡിയ തന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, ഇൻകൊഹറൻ്റ് ആയിട്ടുള്ള വേവ്സ് ആയിരുന്നു ആഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി വരിക 2I0 എന്നായിരിക്കും വരിക. രണ്ട് ഈക്വൽ ഇൻറ്റൻസിറ്റിയുള്ള സോഴ്സുകളാണ് ആഡ് ചെയ്യപ്പെടുന്നതെങ്കിൽ 2I0 വരും. ഇനി അതല്ല ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റിയുള്ള സോഴ്സുകളാണെങ്കിൽ I1 പ്ലസ് I2. അത് നമ്മൾ കാണുന്ന പോലെ തന്നെ രണ്ട് ലൈറ്റ് ഇട്ടാൽ രണ്ട് ബൾബ് ഇട്ടാൽ രണ്ട് ബൾബിൻ്റെ വെളിച്ചൊരു സ്ഥലത്ത് കിട്ടുകയെന്ന് പറയില്ല സ്ക്രീനിൽ, അത് തന്നെ. പക്ഷേ കൊഹറൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഇൻറ്റൻസിറ്റി ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചൊന്നും ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ. Interference pattern is obtained with the two coherent light source of intensity ratio n.
അത് ഇൻഡിഫറൻസ് പാറ്റേൺ. ദ റേഷ്യോ ഐ മാക്സ് മൈനസ് ഐ മിനിമം ബൈ ഐ മാക്സ് പ്ലസ് ഐ മിനിമം. ഈ ഐ മാക്സ് മൈനസ് ഐ മിനിമം ബൈ ഐ മാക്സ് പ്ലസ് ഐ മിനിമം എന്ന് പറയുമ്പോൾ നമുക്ക് ഐ മാക്സ് മൈനസ് ഐ മിനിമം ഡിവൈഡഡ് ബൈ ഐ മാക്സ് പ്ലസ് ഐ മിനിമം. ഐ മാക്സിൻ്റെ ഇക്വേഷൻ നമ്മളെ കയ്യിലില്ലായിരുന്നു. I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2. ഐ മിനിമത്തിന് I1 പ്ലസ് I2 മൈനസ് 2 റൂട്ട് I1 I2 വരുന്ന എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക 2 റൂട്ട് I1 I2 ഡിവൈഡഡ് ബൈ I1 പ്ലസ് I2 ദ ഹോൾ സ്ക്വയർ. അല്ല, I1 പ്ലസ് I2 എന്നായിരിക്കും എക്സ്പ്രഷൻ കിട്ടുന്നുണ്ടാവുക. 2 റൂട്ട് I1 I2 ബൈ I1 പ്ലസ് I2. ഇതാണ് ഐ മാക്സ് മൈനസ് ഐ മിനിമം ബൈ ഐ മാക്സ് പ്ലസ് ഐ മിനിമത്തിൻ്റെ എക്സ്പ്രഷൻ വരും. ഇത് പഠിച്ചു വെക്കണേ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഐ മാക്സിൻ്റെ ഐ മിനിമത്തിൻ്റെ എക്സ്പ്രഷൻ അറിയാലോ, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് ഐ മാക്സ് ബൈ ഇപ്പോൾ ഇൻഡിഫറൻസ് പാറ്റേൺ ഒബ്റ്റൈൻ വിത്ത് കൊഹറൻറ്റ് ലൈറ്റ് സോഴ്സസ് ഓഫ് ഇൻറ്റൻസിറ്റി റേഷ്യോ എൻ എന്ന് പറയുന്നത്. അപ്പോൾ I1 ബൈ I2 ഒരു എൻ എന്നാണ് തന്നത്. ഇങ്ങനെയാണെങ്കിൽ I1 ഈക്വൽ ടു NI2 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതവിടെ കൊടുത്തു നോക്കി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 2 റൂട്ട് I2 ഇൻറ്റു NI2 ഡിവൈഡഡ് ബൈ NI2 പ്ലസ് I2 എന്നുണ്ടാവും. ദാറ്റ് ഈസ് I2 പുറത്ത് വരും. അപ്പോൾ 2I2 ഇൻറ്റു റൂട്ട് N ഡിവൈഡഡ് ബൈ N പ്ലസ് 1 I2 എന്നല്ലേ ഉണ്ടാവുക. I2 വെട്ടി പോകും. അപ്പോൾ 2 റൂട്ട് N ഡിവൈഡഡ് ബൈ N പ്ലസ് 1 ഉണ്ടാവും. 2 റൂട്ട് N ബൈ N പ്ലസ് 1. ദാറ്റ് ഈസ് ആൻസർ. ജസ്റ്റ് ആ എക്സ്പ്രഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇത് മറക്കണ്ട കേട്ടോ. ആ ഇക്വേഷൻ ഓർത്ത് വെച്ചോ. ചിലപ്പോൾ കിട്ടിയാൽ നേരെ കൊടുത്താൽ പോരെ ഇക്വേഷൻ. മറ്റേത് നമ്മൾ ഐ മാക്സ് മൈനസ് ഐ മിനിമം ഒക്കെ ചെയ്ത് കൊണ്ടുവരണ്ടേ. ചെയ്യാതെ തന്നെ നമുക്ക് നേരിട്ട് പറയാലോ. അതുകൊണ്ടോ എന്നൊക്കെ ഡബിൾ സെറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അതാ വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. 2 slits in Young's double slit experiment have width in the ratio 1:25. Ratio of intensity of the maximum and the minima in the interference pattern is I max by I minimum ആണ് ചോദിക്കുന്നത്. അതിന് തന്നത് അവർ വിഡ്ത്ത് ഓഫ് സ്ലിറ്റുകളുടെ റേഷ്യോ ആണ് W1 ബൈ W2. ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്തും അതിലൂടെ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും പ്രപ്പോർഷണലായിരിക്കും. അപ്പോൾ W1 ബൈ W2 എന്ന് പറയുന്നത് I1 ബൈ I2 ഈക്വൽ ആണ്. I1 ബൈ I2 എന്ന് പറയുമ്പോൾ A1 സ്ക്വയർ ഡിവൈഡഡ് ബൈ A2 സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ A1 ബൈ A2 റൂട്ട് ഓഫ് I1 ബൈ I2 ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് W1 ബൈ W2 ആണ്. വിഡ്ത്തിൻ്റെ റേഷ്യോൻ്റെ റൂട്ട് എടുത്താൽ മതി. ഇപ്പോൾ A1 ബൈ A2 നമുക്ക് എന്താ കിട്ടുക? A1 ബൈ A2 ഈക്വൽ ടു ഇൻറ്റൻസിറ്റി വിഡ്ത്തിൻ്റെ റേഷ്യോ 1:25 ആണെങ്കിൽ റൂട്ട് ഓഫ് 1 ബൈ 25 ഉണ്ടാവും. ദാറ്റ് ഈസ് 1 ബൈ 5 ആണ് A1 ബൈ A2 വരാം. അങ്ങനെയാണെങ്കിൽ വൺ ഇസ് ടു 5 അല്ലേ? 5:1 എന്ന് എടുത്താൽ മതി. A2 ബൈ A1. അപ്പോൾ ചെയ്ത് നോക്കാം. A1 ബൈ A2 5:1 എന്ന് എടുക്കേണ്ടി വരും മിക്കവാറും. ഐ മാക്സ് ബൈ ഐ മിനിമം എന്തായിരിക്കും വരിക? ഐ മാക്സ് ബൈ ഐ മിനിമം എന്ന് പറയുമ്പോൾ 1 ബൈ 5 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ബൈ 1 ബൈ 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇത് നെഗറ്റീവിൽ പോകും. അപ്പോൾ എന്ത് ചെയ്യാന്നറിയാം മക്കളെ? റേഷ്യോ തിരിച്ചെടുത്താൽ മതി. ഒരു പ്രശ്നമില്ല. റേഷ്യോ തിരിച്ചെടുത്തിട്ട് ചെയ്താൽ മതി. എങ്ങനെ? A2 ബൈ A1 എടുത്താലും മതി. A1 1ഉം I1 1ഉം I2 25 എന്നുള്ളത് തിരിച്ചു എടുക്കുക. ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. A2 ബൈ A1 എന്ന് പറയുമ്പോൾ അത് 5 ബൈ 1 എന്ന് വരുമല്ലേ? അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ താഴെ നെഗറ്റീവിൽ പോകും. അത് വേണ്ട, തിരിച്ചെടുക്കാം. റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താലും കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഐ മാക്സ് ബൈ ഐ മിനിമം എന്ന് പറയുമ്പോൾ that is 5 by 1 plus 1 the whole square divided by 5 by 1 minus 1 the whole square എന്നുണ്ടാവും. That is 6 square 36 divided by 16. 36 by 9 9 by 4 ഉണ്ട്. ആൻസർ 9 by 4 ഉണ്ടാവും. മറ്റെന്താ പ്രശ്നം വരാമെന്നറിയോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 1:25 എന്നൊക്കെ വരുമ്പോൾ അത് തിരിച്ചെടുത്താൽ മതി. 25:1 കാരണം വെച്ചാൽ 1:25 എടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ 1 ബൈ 5 എന്ന് വരുമല്ലേ? അപ്പോൾ ഐ മാക്സ് ബൈ മിനിമം എന്ന് പറയുമ്പോൾ 1 ബൈ 5 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ബൈ 5 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ താഴെ ഇനി നോക്കാം നമുക്ക്. 1 ബൈ 5 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 5 പ്ലസ് 1 6 ബൈ 5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് 4 ബൈ 5 ദ ഹോൾ സ്ക്വയർ. എന്നാലും കുഴപ്പം വരില്ല. മൈനസ് സ്ക്വയർ ചെയ്ത് പോകും. എങ്ങനെ വേണേൽ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും 36 ഡിവൈഡഡ് ബൈ 16 തന്നെ വരാം.
ഒരു മൈനസിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് പറഞ്ഞേ ഉള്ളൂ. തിരിച്ചെടുത്താലും നേരെ എടുത്താലും കുഴപ്പമൊന്നും വരില്ല. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഓക്കെ. അതൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് നേരെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലാണ് പോകേണ്ടത്. YDSC അവിടെ നിന്നാണ് കുറേ ക്വസ്റ്റ്യൻസ് കാണൽ. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ നോക്കിക്കോ. നമുക്കൊരു മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ്, മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. S1 S2 2 സ്ലിറ്റുകളുണ്ട് കൊഹറൻറ്റ് സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി. സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ D ആണ്. സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ d ആണ്. ഈ സ്ലിറ്റുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നേരെ നീട്ടി കഴിഞ്ഞാൽ സ്ക്രീനിൽ എവിടെ മീറ്റ് ചെയ്യുന്നത് അതാണ് സെൻറ്റർ ഓഫ് സ്ക്രീൻ എന്ന് പറയാം. കാരണം S1 S2 പോകുന്ന ലൈറ്റ് ഓയിൽ വന്ന് മീറ്റ് ചെയ്യണം വിത്തൗട്ട് എനി പാത്ത് ഡിഫറൻസ് ആയിരിക്കണം. അപ്പോൾ പാത്ത് ഡിഫറൻസ് 0 സ്ക്രീനിൽ എവിടെയാണ് കിട്ടുന്നത് അതാണ് സെൻറ്റർ ഓഫ് സ്ക്രീനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാതെ സ്ക്രീനിൽ ഒരു ജിയോമെട്രിക് സെൻറ്റർ ഒന്നും ഉണ്ടാവില്ല. അതോടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അറ്റ് ജനറൽ പോയിന്റ് P അവിടേക്ക് വരുന്ന ലൈറ്റ് S1 S2 വരുന്ന ലൈറ്റ് അവിടെ ഒന്ന് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ മാക്സിമം ആണോ മിനിമം ആണോ, അവിടുത്തെ ഇൻറ്റൻസിറ്റി ഓഫ് സൂപ്പർപോസ് ചെയ്ത് കിട്ടുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആ O എന്ന് പറയുന്നത് XN ഡിസ്റ്റൻസിലാണെന്ന് വിചാരിച്ചോളൂ. O എന്ന് XN ഡിസ്റ്റൻസിലാണ് P എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ Pയിലേക്കുള്ള പാത്ത് ഡിഫറൻസ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ S2P മൈനസ് S1P എന്ന് പറയുന്നത് XN സ്മോൾ d ബൈ ക്യാപിറ്റൽ D എന്നാണ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവുക. ഈ പാത്ത് ഡിഫറൻസ് എല്ലാം ആവുന്ന സ്ഥലത്താണ് മാക്സിമം കിട്ടുക. അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ ഫോർ പൊസിഷൻസ് ഓഫ് മാക്സിമം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമുക്ക് പൊസിഷൻസ് ഓഫ് മാക്സിമ എവിടെയൊക്കെയാണ് മാക്സിമകൾ കിട്ടുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മാക്സിമയുടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ഈക്വൽ ടു n ലാംഡ n0 1 2 3 അങ്ങനെ എടുക്കാം നമുക്ക്. അപ്പോൾ സ്ക്രീനിൽ പാത്ത് ഡിഫറൻസ് n ലാംഡ കിട്ടുന്ന സ്ഥലത്തൊക്കെ മാക്സിമം ആയിരിക്കും. അതൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ പഠിച്ചല്ലേ. പാത്ത് ഡിഫറൻസ് ഓഫ് XN സ്മോൾ d ബൈ ക്യാപിറ്റൽ D മസ്റ്റ് ബി ഈക്വൽ ടു n ലാംഡ എന്ന് പറയുമ്പോൾ XNൻ്റെ വാല്യൂ വരിക n ലാംഡ ക്യാപിറ്റൽ D ബൈ D എന്ന് വരും. n ലാംഡ ക്യാപിറ്റൽ D ബൈ D ഡിസ്റ്റൻസുകളിലൊക്കെ മാക്സിമം ആയിരിക്കും. n0 മുതൽ കൊടുക്കുക നമുക്ക്. അപ്പോൾ n0 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ XN 0 വരും. അപ്പോൾ സെൻറ്റർ ഓഫ് സ്ക്രീനിൽ മാക്സിമം ആയിരിക്കും. n 1 കൊടുത്താൽ ലാംഡ d ബൈ D ഡിസ്റ്റൻസിൽ അഗെയിൻ മാക്സിമം. 2 കൊടുത്തു കഴിഞ്ഞാൽ 2 ലാംഡ d ബൈ Dയിൽ മാക്സിമം, 3 ലാംഡ d ബൈ Dയിൽ മാക്സിമം. അവിടെയൊക്കെ മാക്സിമങ്ങളായിരിക്കും കിട്ടുന്നുണ്ട്. അത് n ലാംഡ d ബൈ Dയിൽ nth മാക്സിമം കിട്ടും. അതേപോലെ പൊസിഷൻസ് ഓഫ് മിനിമ കണ്ടുപിടിക്കുക. പൊസിഷൻസ് ഓഫ് മിനിമയുടെ പൊസിഷൻസ് കിട്ടണമെങ്കിൽ മിനിമത്തിൻ്റെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ഈക്വൽ ടു 2n - 1 ലാംഡ ബൈ 2. n 1 2 3 അങ്ങനെ എടുക്കണേ. അങ്ങനെയാണെങ്കിൽ XN സ്മോൾ d ബൈ ക്യാപിറ്റൽ D മസ്റ്റ് ബി ഈക്വൽ ടു 2n - 1 ലാംഡ ബൈ 2 എന്നുണ്ടാവും. അപ്പോൾ അത് കൊടുത്താൽ XN is equal to 2n - 1 ലാംഡ D ബൈ 2D വരും. ഈ ഏത് D മോൾ ഏത് D താഴെ എന്നുള്ളതൊന്നും കൺഫ്യൂഷൻ ആവരുത്, നോക്കി വെക്കണേ. അപ്പോൾ ഫസ്റ്റ് മിനിമത്തിന് n 1 കൊടുക്കുക. n 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക x1 is equal to n 1 കൊടുത്താൽ എന്താ കിട്ടുക ലാംഡ D ബൈ 2D, ദാറ്റ് ഈസ് ഹാഫ് ലാംഡ D ബൈ D എന്നാണ് കിട്ടുക. ഹാഫ് ലാംഡ D ബൈ D എന്ന് പറയുമ്പോൾ 0ൽ മാക്സിമം ആണ്, ലാംഡ D ബൈ Dയിൽ മാക്സിമം ആണ്. അപ്പോൾ അതിൻ്റെ നടുക്കൊരു മിനിമമാണ്. അടുത്ത് വരെ 3/2 ലാംഡ D ബൈ Dയിലാണ്. അപ്പോൾ 1 ലാംഡ D ബൈ Dയിൽ മാക്സിമം ആണ്, 2 ലാംഡ D ബൈ Dയിൽ മാക്സിമം ആണ്. അപ്പോൾ 1.5 ലാംഡ D ബൈ Dയിൽ മിനിമം വരും. അതായത് ഒരു സെൻറ്ററിൽ മാക്സിമം, ഒരു മിനിമം അങ്ങനെ ആയിരിക്കും സ്ക്രീനിൽ ഫോം ചെയ്യുന്നുണ്ടാവുക. ആണ് പണ്ട് നമ്മൾ കണ്ട ആൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ ഫോംഡ് ഓൺ ദ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞു. ഇതാണ് മാക്സിമയുടെയും മിനിമയുടെയും പൊസിഷൻസ് എന്ന് പറയും. അപ്പോൾ സെൻറ്റർ ഓഫ് സ്ക്രീനിലുള്ള പൊസിഷനൊക്കെ നമുക്ക് അറിയണം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഞ്ച് വിടുത്തും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. ഫ്രിഞ്ചിൻ്റെ വിടുത്ത്, ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, അടുത്തടുത്ത രണ്ട് മാക്സിമകൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ, അതാണൊരു ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയാം. ഡാർക്ക് ഫ്രിഞ്ച് അടുത്തടുത്ത രണ്ട് മിനിമകൾക്കിടയിൽ വരുന്ന ഡിസ്റ്റൻസിനാണ് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുക. ആ ഫ്രിഞ്ചിൻ്റെ വിടുത്ത് കിട്ടണമെങ്കിൽ ബിറ്റാസ് ഈക്വൽ ടു ലാംഡ D ബൈ D ആണ് എക്സ്പ്രഷൻ. ഒക്കെ ലീനിയർ കാര്യങ്ങൾ ഞാൻ പറയണം. ആംഗുലർ വരികയാണെങ്കിൽ അപ്പം ഞാൻ വരച്ചുതരാം. അതൊക്കെയാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ഫ്രിഞ്ച് വിടുത്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഫ്രിഞ്ച് വിടുത്ത് പല രൂപത്തിൽ ചേഞ്ച് വരാം. ഇപ്പോൾ മീഡിയം ചേഞ്ച് ചെയ്യുന്ന സമയത്തോ മൾട്ടിപ്പിൾ വേ ലെങ്ത്തിൽ യൂസ് ചെയ്യുന്ന സമയത്തോ ഒക്കെ പല രൂപത്തിൽ ചേഞ്ചുകൾ വരാം. ഓരോന്ന് ക്വസ്റ്റ്യൻ കാണുന്നതിനനുസരിച്ച് നമുക്ക് നോക്കട്ടോ. ബേസിക് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മളിതിലേക്ക് വരുമ്പോൾ
Okay. Two coherent sources of light interfere and produces fringe pattern on a screen. For central maximum, the phase difference between the two waves will be. Central maximum screen central ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ തൊട്ടും ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, സെൻറ്റർ ഓഫ് സ്ക്രീനിലാണ് സെൻട്രൽ മാക്സിമം ഉണ്ടാവേണ്ടത്. സെൻറ്റർ ഓഫ് സ്ക്രീനിലേക്കുള്ള പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള ബന്ധം എന്താ? 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് 0 ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതിൻ്റെയൊക്കെ ലോജിക്ക് പറയണമെന്ന് പൂതിയുണ്ട്, പക്ഷെ നേരല്ല കേട്ടോ. അതുകൊണ്ടാണ്. കാരണം വേവ്സ് മീറ്റ് ചെയ്യുമ്പോൾ ഇൻ ഫേസിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ഫേസിലുള്ള പോയിന്റ്സ് ആണ് മീറ്റ് ചെയ്യുക. ഇൻ ഫേസിൽ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരേ ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻസ് ആയിരിക്കും മീറ്റ് ചെയ്യുക. ഒന്നിൻ്റെ ക്രസ്റ്റ് ആണ് മറ്റേൻ്റെ ക്രസ്റ്റ്, ഒന്നിൻ്റെ ട്രഫാണ് മറ്റേൻ്റെ ട്രഫ്. അപ്പോൾ അവിടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇൻ ഫേസ് ഒരു ഫേസ് ഡിഫറൻസ് 0 ആയിട്ടാണ്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരേ വേവ് ലെങ്ത്തുള്ള രണ്ട് വേവ്സ് വന്നിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരേപോലത്തെ പൊസിഷൻസ് മീറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ തമ്മിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിൽ ഡിഫറൻസ് ഉണ്ടാവരുത്. ഇനി ഉണ്ടാവുകയാണെങ്കിൽ കറക്റ്റ് 1 ലാംഡ അല്ലെ 2 ലാംഡ 3 ലാംഡ അങ്ങനെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡയുടെ ഡിഫറൻസിലേ അത് സംഭവിക്കുള്ളൂ. അത് കൺസ്ട്രക്റ്റീവായിട്ട് സൂപ്പർപോസ് ചെയ്യാനുള്ള കാരണം. ഇനിയിപ്പോൾ λ/2 1.5 ലാംഡ 2.5 ലാംഡ ഡിഫറൻസിലേക്കാണ് വേവ്സ് വന്ന് മീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നിൻ്റെ ക്രസ്റ്റാണ് മറ്റേ ട്രഫ് ആയിരിക്കും മീറ്റ് ചെയ്യുക, ഔട്ട് ഓഫ് ഫേസിലാണ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഇൻറ്റൻസിറ്റി കുറയുക ചെയ്യുക. ലോജിക്ക് അതൊക്കെയാണ്. കൂടുതൽ സംസാരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഫേസ് ഡിഫറൻസ് 0 ആയിട്ട് എടുത്താണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ യങ്സ് double-slit experiment, separation between coherent sources is halved and the distance of the screen from the coherent source is doubled. Fringe width becomes. Fringe widthൻ്റെ എക്സ്പ്രഷൻ എന്താ? ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ എക്സ്പ്രഷൻ എന്താ? ബീറ്റ is equal to λ/d/d ആണ്. എന്തൊക്കെയാണ് മാറ്റണേ? കോറൻറ്റ് സോഴ്സസ് സെപ്പറേഷൻ ബിറ്റ്വീൻ കോറൻറ്റ് സോഴ്സസ് ഇസ് ഹാവ്ഡ്. അതായത് d' എന്തൊക്കെ മാറ്റി d/2 ആക്കി. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ഫ്രം ദ കോറൻറ്റ് സോഴ്സ് ഇസ് ഡബിൾഡ്. അതായത് ക്യാപിറ്റൽ D 2D ആക്കി. വാട്ട് ഹാപ്പൻസ് ടു ദ ഫ്രിഞ്ച് വിഡ്ത്ത് എന്നല്ലേ ചോദിക്കണേ. അപ്പോൾ നമുക്ക് β' എന്ന് പറയുമ്പോൾ ലാംഡ മാറ്റിയിട്ടില്ല, ക്യാപിറ്റൽ D 2D ആക്കി, സ്മോൾ d d/2 ആക്കി. അപ്പോൾ 2 കൂടെ മുകളിലേക്ക് പോയി 4 λ/d/d എന്നല്ലേ വരിക. λ/d/d is initial fringe width, that is β' is equal to 4 times β എന്നുണ്ടാവും. 4 times ആയിട്ട് മാറും. സില്ലി ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ആ ബേസിക് ഐഡിയാസ് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെക്കുക, ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ. In Young's double-slit experiment, if there is no initial phase difference between the light from the two slits, point on the screen corresponding to the fifth minimum has a path difference. ഇനീഷ്യലി വേവ്സിന് ഫേസ് ഡിഫറൻസ് ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ. പാത്ത് ഡിഫറൻസ് കൊണ്ട് മാത്രമേ ഫേസ് ഡിഫറൻസ് ഉള്ളൂ. അവിടെ പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ. ഫേസ് ഡിഫറൻസ് വേവ്സ് മീറ്റ് ചെയ്യുന്ന സമയത്ത് വന്ന് മീറ്റ് ചെയ്യുമ്പോഴുള്ള പാത്ത് ഡിഫറൻസ് കൊണ്ട് മാത്രമൊന്നുമല്ല ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. വേവ്സിന് ഇനീഷ്യലി ഫേസ് ഡിഫറൻസ് ഉണ്ടായിക്കൂടെ? അവർ തമ്മിൽ ഇനീഷ്യലി ഇപ്പോൾ π/2 ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കും. പിന്നെ പാത്ത് ലെങ്ത്തിലും ഡിഫറൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് വേറെ ഫേസ് ഡിഫറൻസും ഉണ്ടാവും. അങ്ങനെ ഇനീഷ്യലി ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫേസ് ഡിഫറൻസ് എടുത്തിട്ട് വേണം കാൽക്കുലേഷനൊക്കെ ചെയ്യാൻ. ടോട്ടൽ ഫേസ് ഡിഫറൻസ് എടുക്കുമ്പോൾ ഓൾറെഡി ഉള്ളത് പ്ലസ് പാത്ത് ഡിഫറൻസ് കൊണ്ടുള്ളതും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ 99% ഓഫ് ക്വസ്റ്റ്യൻസ് നീറ്റിന് വരുന്നതിൽ എന്തുണ്ടാവില്ല, വേവ്സിന് ഇനീഷ്യലി ഫേസ് ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് പാത്ത് ഡിഫറൻസ് കൊണ്ടുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ double-slit എക്സ്പെരിമെൻറ്റിൽ നോ ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് ബേജാറാവണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പോയിന്റ് ഓൺ എ സ്ക്രീൻ കറസ്പോണ്ടിങ് ടു ദ ഫിഫ്ത്ത് മിനിമം ഹാസ് എ പാത്ത് ഡിഫറൻസ്. എടാ മിനിമം കിട്ടാനുള്ള പാത്ത് ഡിഫറൻസ് എന്താ? 2n - 1 λ/2 എന്നല്ലേ എക്സ്പ്രഷൻ വരിക. ഫിഫ്ത്ത് ആണെന്നുണ്ടെങ്കിൽ n ന് 5 എന്ന് കൊടുത്താൽ പോരെ. അപ്പോൾ ഡെൽറ്റ is equal to 2 × 5 10 - 1 9 λ/2 ഉണ്ടാവും. 9/2 λ വരണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. In a double-slit experiment, when light of wavelength 400 nanometer was used, the angular width of the first minima is found on a screen placed 1 meter away was found to be 0.2 degree. What will be the angular width if the first minima if the entire experimental apparatus is immersed in the water? അപ്പോൾ ഈ യങ്സ് double-slit എക്സ്പെരിമെൻറ്റിൽ ആ അപ്പാരറ്റസ് അപ്പടി എടുത്തിട്ട് വേറൊരു മീഡിയത്തിലേക്ക് മുക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എയറിൽ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻ എയർ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ബീറ്റ ഇൻ എയർ എന്ന് പറയുമ്പോൾ λ/d/d അല്ലേ ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ
നമുക്കിത് എയറിലെ വേവ് ലെങ്ത് ആണ് ആ സമയത്ത് ഉണ്ടാവുക. അപ്പോൾ മീഡിയം മാറുമ്പോൾ വേവ് ലെങ്ത്തിൽ ചേഞ്ച് വരും. അപ്പോൾ ഇതിനെ ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് യങ്സ്റ്റബിൾസിയുടെ അപ്പാരറ്റസ് അപ്പടി എടുത്തിട്ട് ഒരു മീഡിയത്തിലേക്ക് മുക്കുകയാണ്. അപ്പോൾ മീഡിയത്തിൽ മുക്കി കഴിഞ്ഞാൽ ബീറ്റ ഇൻ മീഡിയം എന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് ആണ് മാറുക, ലാംഡ മീഡിയം ഇൻറ്റു ക്യാപിറ്റൽ D/D. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്ന് റേഷ്യോ എടുത്ത് നോക്കിയാൽ മതി. ബീറ്റ മീഡിയം ഡിവൈഡഡ് ബൈ ബീറ്റ എയർ എന്ന് പറയുന്ന സമയത്ത് ലാംഡ മീഡിയം ഡിവൈഡഡ് ബൈ ലാംഡ എയർ ആണ്. ഈ ലാംഡയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള ബന്ധം എന്താ അറിയോ? ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കാരണം സ്പീഡിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. മ്യൂസിക്കൽ C/V എന്നല്ലേ പഠിച്ചത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂസിക്കൽ C/V ആണ്. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് V ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. എന്ന് വെച്ചാൽ മ്യൂ പ്രൊപ്പോർഷണൽ ടു 1/V, V പ്രൊപ്പോർഷണൽ ടു ലാംഡ, ദാറ്റ് ഈസ് മ്യൂ പ്രൊപ്പോർഷണൽ ടു 1/λ. ഇപ്പോൾ ലാംഡയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ റെസിപ്രോക്കൽ റേഷ്യോ ഉണ്ടാവുക. ലാംഡ മീഡിയം ബൈ ലാംഡ എയർ എന്ന് പറയുമ്പോൾ മ്യൂ എയർ ഡിവൈഡഡ് ബൈ മ്യൂ മീഡിയം എന്ന് പറയേണ്ടി വരും. ദാറ്റ് ഈസ് ബീറ്റ മീഡിയം ഡിവൈഡഡ് ബൈ ബീറ്റ എയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എയർ 1 അല്ലേ, മ്യൂ എയർ 1 അല്ലേ എടുക്കില്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. ദാറ്റ് ഈസ് ബീറ്റ മീഡിയം ഈക്വൽ ടു ബീറ്റ എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. ഇവിടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അങ്ങനെ ഇത് 1 ബൈ എ വാല്യൂ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ലെസ് ദാൻ 1 വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് ബീറ്റ ഇൻ മീഡിയം ദാറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ബീറ്റ ഇൻ എയർ എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ മീഡിയത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ അപ്പാരറ്റസ് അപ്പടി എടുത്തൊരു മീഡിയത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫ്രിഞ്ച് വിഡ്ത്ത് കുറയും, ഫ്രിഞ്ച് വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംശയത്തിൻ്റെ ആവശ്യം വരില്ല. കാരണം ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1ൻ്റെ താഴെ പോകാത്തിടത്തോളം കാലം ഫ്രിഞ്ച് വിഡ്ത്ത് കുറയേ ചെയ്യുള്ളൂ. ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1ൻ്റെ താഴെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരില്ലല്ലോ, വാക്വത്തിന് തന്നെ 1 അല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും കുറയും എന്ന് മനസ്സിലാക്കുക. ഇതൊരു ജനറൽ കേസാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എയറിൻ്റെ കേസ് വെള്ളത്തിൻ്റെ കേസ് സെപ്പറേറ്റ് എടുക്കുക. അപ്പോൾ ബീറ്റ വാട്ടർ ഡിവൈഡഡ് ബൈ ബീറ്റ എയർ എന്ന് പറയുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 4/3 ആണ്. 4/3 അല്ലേ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് വരും? ബീറ്റ വാട്ടർ ഡിവൈഡഡ് ബൈ ബീറ്റ എയർ എന്ന് പറയുമ്പോൾ 3/4 എന്നുണ്ടാവും. അപ്പോൾ ബീറ്റ വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ഓഫ് ബീറ്റ എയർ എന്ന് വരും. എന്ന് വെച്ചാൽ മുക്കാലടാ, എയറിലുള്ളതിൻ്റെ മുക്കാൽ ഭാഗമേ വെള്ളത്തിലുണ്ടാവുള്ളൂ, 75% ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 25% ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത് ലീനിയർ വിഡ്ത്തിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ആംഗുലാർ ആക്കണമെങ്കിൽ മക്കൾക്ക് ഷോർട്ട് കട്ടായിട്ട് പറയുകയാണ്, ആംഗുലാർ വിഡ്ത്ത് ഓഫ് ഫ്രിഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ, ആംഗുലാർ വിഡ്ത്താണ് കാണേണ്ടതെങ്കിൽ അതിന് നിങ്ങൾ ലീനിയർ വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഇല്ലേ ബീറ്റ, നമുക്കതിന് ബീറ്റ 0 എന്നാക്കിയാൽ മതി. ലാംഡ D/D അല്ലായിരുന്നോ ലീനിയർ വിഡ്ത്ത് ഓഫ് ഫ്രിഞ്ച്. അതിൻ്റെ ആംഗുലാർ വിഡ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ D അങ്ങ് ഒഴിവാക്കിയാൽ മതി. കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ലാംഡ/D ആയിരിക്കും വിഡ്ത്ത്. എന്താണെങ്കിലും ലാംഡ ചേഞ്ച് ആവും എന്താവുമ്പോൾ, മീഡിയം മാറുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ലീനിയർ വിഡ്ത്ത് വെച്ച് തന്നെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താ പറയുക, ആംഗുലാർ വിഡ്ത്ത് 0.2 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് ഇനീഷ്യൽ കേസിൽ എയറിൽ. അപ്പോൾ വെള്ളത്തിലേക്ക് മുക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുക്കാലേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ 0.2ൻ്റെ കാൽ ഭാഗം കുറയണം. അത് 0.15 അല്ല ആൻസർ ഉണ്ടാവുക. 20ൻ്റെ 4/5 അല്ലേ, അത് പോയി കഴിഞ്ഞാൽ 15 അല്ലടാ വരിക. സെല്ലിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കണേ. ബീറ്റ മീഡിയം ബൈ ബീറ്റ എയർ ഇസ് ഈക്വൽ ടു 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. ഞാൻ പറഞ്ഞ പല സിറ്റുവേഷൻസ് വരാം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ദ സെപ്പറേഷൻ D between the slit is 2 mm. Wavelength lambda of light is used to 5896 angstrom. The distance D between the screen and slit is 100 cm. Found that the angular width of the fringes is 0.2 degree. To increase the fringe angular width to 0.1 degree, the same lambda and capital D, the separation between the slits needed to be changed to. മാരക സാധനമല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യത്തെ ഫ്രിഞ്ച് വിഡ്ത്ത് എത്രയാണ്? ഫ്രിഞ്ച് വിഡ്ത്ത് ബീറ്റ എന്ന് പറയുമ്പോൾ ആംഗുലാർ വിഡ്ത്താണ് λ/D എന്നാണ്. λ/D ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാപിറ്റൽ D കേട്ടോ, അത് കൂടെ മനസ്സിലാക്കുക. ലാംഡയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സ്മോൾ d
യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഇസ് 2 mm ആണ് ആദ്യത്തെ കേസിൽ, സ്മോൾ ഡി. വേവ് ലെങ്ത് ലാംഡ. അവിടെ ഉപയോഗിച്ച വേവ് ലെങ്ത് 5896 ആങ്സ്ട്രോൺ ആണ്. ഫൗണ്ട് ദാറ്റ് ആംഗുലാർ വിഡ്ത്ത് ഇസ് 0.2 ഡിഗ്രി. ഇത് ഇൻക്രീസ് വിഡ്ത്ത് ഓഫ് ആംഗുലാർ 0.21 ഡിഗ്രി ആക്കണമെങ്കിൽ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് നീഡ് ടു ബി. അപ്പോൾ ലാംഡ കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഡി മാറ്റേണ്ടല്ലേ ചോദിക്കണേ. അപ്പോൾ ബീറ്റ പ്രപ്പോസൽ ടു 1/d ആണ്. അപ്പോൾ ബീറ്റ ഡാഷ് ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ഡാഷ് എന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡി ഡാഷ് അല്ലേ വേണ്ടത്. അപ്പോൾ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ബീറ്റ ബൈ ബീറ്റ ഡാഷ്. ബീറ്റ എന്തായിരുന്നു ആദ്യത്തേത്? 0.2 ഡിഗ്രി. അപ്പോൾ ഡി ഡാഷ് ഇസ് ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 0.21 ഇൻറ്റു ഡി. ഡി എത്ര? 2 mm. സ്വാഭാവികമായിട്ടും 0.2 ബൈ 0.21 എന്ന് പറയുമ്പോൾ ഏതായാലും വലിയ ചേഞ്ച് ഒന്നും വരില്ലല്ലോ. 1.7 ആണെന്ന് തോന്നുന്നു ആൻസർ വരുന്നത്. എത്ര വരിക? 2 mm 0.2 ബൈ 0.21 1.7 അല്ലേ വരിക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കടാ. അയ്യോ 0.9 into 2. അയ്യോ 1.9 കേട്ടോ. സോറി 1.9 mm. 1.9 mm വരും. ഒന്നല്ല കമ്പയർ ചെയ്ത് തോന്നുള്ളൂ. ആംഗുലാർ ആക്കുമ്പോൾ വീണ്ടും പറയണം, ആംഗുലാർ ആക്കുമ്പോൾ ക്യാപിറ്റൽ ഡി അങ്ങ് ഒഴിവാക്കിയാൽ മതി. ലീനിയർ വിഡ്ത്തിൽ ക്യാപിറ്റൽ ഡി ഉണ്ടാവും. ആംഗുലാറിലാകുമ്പോൾ ക്യാപിറ്റൽ ഡി ഒഴിവാക്കിയാൽ മതി. കാരണം വേണേ ഞാൻ വരച്ചുതരാം. നോക്ക്, നമ്മുടെ സ്ലിറ്റുകൾ, മെയിൻ സോഴ്സ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, നമ്മുടെ സ്ക്രീന്, ഫ്രിഞ്ചസ് ഇങ്ങനെ ഫോം ചെയ്യുന്നത്. ഇത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഫ്രിഞ്ചസിൻ്റെ കേട്ടോ. അപ്പം ഇതൊരു മാക്സിമമാണ്, ഇതൊരു മിനിമം, ഇതൊരു മിനിമം. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ നമ്മുടെ ഒരു ഫ്രിഞ്ചിൻ്റെ വിഡ്ത്ത് അറിയാം, ബീറ്റ. അത് എല്ലാ ഫ്രിഞ്ചിനും ഒരേ വിഡ്ത്ത് കേട്ടോ. ഡാർക്കിനും ബ്രൈറ്റിനും ഒക്കെ ഒരേ വിഡ്ത്താണ്. ഇതാണ് ലീനിയർ വിഡ്ത്ത്, ഇതാണ് ആംഗുലാർ വിഡ്ത്ത് ബീറ്റ 0. അപ്പോൾ ബീറ്റ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ ബീറ്റയെ ക്യാപിറ്റൽ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം ഇവിടുന്ന് ഒരു ടാൻ തീറ്റ എടുത്ത് നോക്കിയാൽ മതി. ഇത് ക്യാപിറ്റൽ ഡി അല്ലേ? ഓക്കെ, ടാൻ തീറ്റ വെച്ചിട്ട് ചെയ്താൽ മതി. അത് ഓർത്ത് വെച്ചാൽ പോരെ. ബീറ്റ 0 ലീനിയർ വിഡ്ത്ത് ബൈ ക്യാപിറ്റൽ ഡി ആണ് ലീനിയർ ആംഗുലാർ വിഡ്ത്ത് ഉണ്ടാവുക. അതും ആയി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Intensity at the maximum in a Young's double slit experiment is I0. Distance between two slits is d is equal to 5 lambda. Lambda is the wavelength of light used in the experiment. What will be the intensity in front of one of the slit on the screen placed at a distance d is equal to 10d? ഒരു സ്ലിറ്റിൻ്റെ നേരെ മുമ്പിൽ ഉള്ള ഇൻറ്റൻസിറ്റി എന്തായിരിക്കും എന്നാണ് ചെറുതായിട്ടൊന്ന് കളിക്കേണ്ടി വരും. നോക്കിക്കോ, നമ്മുടെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്, എൻ്റെ മെയിൻ സോഴ്സ് ഇവിടെ ഉണ്ട്, നമ്മുടെ സ്ക്രീൻ ഇതാ ഇവിടെ. നമുക്ക് ഇവിടെ ഉപയോഗിച്ച വേവ് ലെങ്ത് ലാംഡയാണ്. സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി എന്ന് പറയുമ്പോൾ ഇക്വൽ ടു 5 ലാംഡ എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഡി 10d തന്നിട്ടുണ്ട്. അപ്പോൾ 10d എന്ന് പറയുമ്പോൾ 10 ഇൻറ്റു 5 ലാംഡ അല്ലേ? ഇത്രയൊക്കെയല്ലേ തന്നത്? അപ്പോൾ 50 ലാംഡ ഉണ്ടാവും. മാക്സിമത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഐമാക്സ് നമുക്ക് തന്നത് I0 എന്ന് തരും ചെയ്തിട്ടുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ് എന്തായിരിക്കും ഇൻറ്റൻസിറ്റി എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ S1 S2 രണ്ട് സ്ലിറ്റുകളുണ്ട്. അതിൽ S1ൻ്റെ നേരെ മുമ്പിൽ സ്ക്രീനിലൊരു പോയിൻ്റുണ്ടെങ്കിൽ, S1ൻ്റെ നേരെ മുമ്പിൽ സ്ക്രീനിലൊരു പോയിൻ്റുണ്ടെങ്കിൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി ഇത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടേക്കുള്ള പാത്ത് ഡിഫറൻസ് കിട്ടിയാൽ മതി അവിടുത്തെ ഇൻറ്റൻസിറ്റി കാണാനേ. കാരണം നമുക്ക് S1 ലൈറ്റാണ് ചെല്ലുന്നു, S2 ലൈറ്റാണ് ചെല്ലുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഡി ആണ്. നമുക്ക് അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് S2P, S2 Pയിലേക്ക് S1 Pയിലേക്ക് ചെല്ലുന്ന ലൈറ്റുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചു നോക്കാം. അതിന് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ ഇവിടെ? അപ്പോൾ എനിക്ക് S2P സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്മോൾ S1P സ്ക്വയർ ഉണ്ട് പ്ലസ് പിന്നെ ഈ സെപ്പറേഷൻ സ്മോൾ ഡി ആണ്, ഡി സ്ക്വയർ. S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഇസ് ഈക്വൽ ടു
ഡി സ്ക്വയർ എന്ന് വരും. S2P മൈനസ് S1P ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് ഡി സ്ക്വയർ ബൈ S2P പ്ലസ് S1P എന്ന് വരും അല്ലേ? കാരണം S2P സ്ക്വയർ മൈനസ് S1P സ്ക്വയർ ഞാൻ S2P മൈനസ് S1P ഇൻറ്റു S2P പ്ലസ് S1P എന്ന് എഴുതിയതാ. S2P മൈനസ് S1P ആണ് പാത്ത് ഡിഫറൻസ്. ദാറ്റ് ഇസ് ഇക്വൽ ടു ഡി സ്ക്വയർ ബൈ S2P പ്ലസ് S1P എന്നാണ് ഉണ്ടാവുക. പക്ഷേ ഏതൊരു അപ്രോക്സിമേഷൻ എടുത്താലേ നമുക്ക് ശരിയാവുള്ളൂ. S1P ഇസ് അപ്രോക്സിമേറ്റ്ലി ഇക്വൽ S2P ദാറ്റ് ഇസ് ഇക്വൽ ടു ക്യാപിറ്റൽ ഡി എന്ന് എടുത്തോളൂ. S1 എന്ന് പിയിലേക്കും S2 എന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി ക്യാപിറ്റൽ ഡിക്ക് ഈക്വൽ ആണെന്നുള്ള അപ്രോക്സിമേഷൻ പണ്ട് നമ്മൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഉപയോഗിച്ച അതേ അപ്രോക്സിമേഷൻ അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ പാത്ത് ഡിഫറൻസ് ഡി സ്ക്വയർ ബൈ 2D എന്ന് വരും. ഈ പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടിയത് ഡി സ്ക്വയർ ബൈ 2D എന്നാണ്. ആ പാത്ത് ഡിഫറൻസ് കിട്ടിയാൽ അവിടെ എന്താ വരേണ്ടത്? ഇൻ ഫ്രണ്ട് ഓഫ് വൺ ഓഫ് ദ സ്ലിറ്റ്. അപ്പോൾ ഇൻറ്റൻസിറ്റി അല്ലേ വേണ്ടത്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഉപയോഗിച്ച സോഴ്സുകളുടെ ഇൻറ്റൻസിറ്റീസ് സെയിം ആയിരിക്കും. ഞാനിപ്പോൾ എന്ന് എടുക്കുകയാണ് രണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി. I0 മാക്സിമം എടുത്തതുകൊണ്ട്. ഇപ്പോൾ സോഴ്സ് ഇൻറ്റൻസിറ്റീസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നത് I ഈക്വൽ ടു, ഞാൻ അതിനെ I' എന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഒക്കെ ലെറ്റേഴ്സ് അങ്ങോട്ട് കൂടി മാറ്റിയിട്ടുണ്ട്. I' ഇസ് ഈക്വൽ ടു 4I0 cos square 5/2 എന്നാണ് കിട്ടി. I0 ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ഇവിടെ I ആണ് ഒരു സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി. അപ്പോൾ 4I ഇൻറ്റു cos square 5/2 ഇതായിരിക്കും എക്സ്പ്രഷൻ ഉണ്ടാവുക. അപ്പോൾ 4I ഇൻറ്റു cos square 5/2 ആണ് എക്സ്പ്രഷൻ വരിക ഇൻറ്റൻസിറ്റിയുടെ. അതിൽ 5 നമുക്ക് വേണ്ടി വരും. പാത്ത് ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ട്. പാത്ത് ഡിഫറൻസ് കയ്യിലുണ്ടെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഡി സ്ക്വയർ ബൈ 2D. ഡി ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് 2π/λ ഇൻറ്റു സ്മോൾ ഡി എത്രയേ? സ്മോൾ ഡി 5λ ആണ്. അപ്പോൾ 5λ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന സമയത്ത് 10 ഇൻറ്റു 5λ 50λ എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ഇൻറ്റു 25 അപ്പോൾ 50π² ഡിവൈഡഡ് ബൈ 100λ² എന്നുണ്ടാവും. λ² വെട്ടിപ്പോയി 50. അപ്പോൾ π/2 എന്നല്ലേ വരിക? π/2 അല്ലേ? 50π² ബൈ 100λ². π/2 ഉണ്ടാവും ഫേസ് ഡിഫറൻസ്. അപ്പം അതിനാണെങ്കിൽ I' ഇസ് ഈക്വൽ ടു 4I ഇൻറ്റു cos square π/2 അപ്പോൾ π/4. cos π/4 എന്ന് പറയുമ്പോൾ 1/√. അതിൻ്റെ സ്ക്വയർ എടുത്താൽ 1/2. അപ്പോൾ 2I എന്ന് ആൻസർ വരും. 2I നമുക്ക് ഇങ്ങനെയുള്ള I0ൻ്റെ ടേമിലാണ് ആൻസർ വരുന്നത്. സോ ഇവരിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ മാക്സിമം Imax എന്ന് പറഞ്ഞാൽ I0 ആണ്. സാധാരണ രീതിയിൽ Imax എന്ന് പറയുമ്പോൾ 4I0 എന്നല്ല നമ്മൾ എടുക്കൽ. I0 ആണ് സോഴ്സ് ഇൻറ്റൻസിറ്റി എങ്കിൽ ഇവിടെ സോഴ്സ് ഇൻറ്റൻസിറ്റി I ആണെങ്കിൽ 4I ആണ് മാക്സിമം. അപ്പോൾ I എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Imaxൻ്റെ 1/4. അതായത് Imax I0 ആണെങ്കിൽ I0/4. അപ്പോൾ Iക്ക് I0/4 എന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ I' 2 ഇൻറ്റു I0/4 ദാറ്റ് ഈസ് ഈക്വൽ ടു I0/2 എന്ന് കിട്ടും. കുറച്ച് ചെയ്യാനുണ്ട്, പക്ഷേ നല്ല ക്വസ്റ്റ്യനാണ്. I0/2 ഉണ്ടോ ആൻസർ? I0/2 ഉണ്ടല്ലോടാ. അപ്പോൾ ആദ്യം മക്കൾ ആ സ്ക്രീനിൽ സ്ലിറ്റിൻ്റെ മുമ്പിൽ ആ പോയിന്റിലേക്കുള്ള പാത്ത് ഡിഫറൻസ് കാണണം. അത് ഉപയോഗിച്ച് ഫേസ് ഡിഫറൻസ് കാണണം. എന്നിട്ട് നമ്മുടെ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനിലെ ഫേസ് ഡിഫറൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കണം. എന്നിട്ട് I-യും I0യും തമ്മിലുള്ള കമ്പാരിസൺ കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ചെയ്ത് കൊണ്ടുവരാനുണ്ടെന്നുള്ളൂ. നല്ല ക്വസ്റ്റ്യനാണ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് എഴുതുന്ന നമ്മുടെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ കൂടുതലും കാര്യമായിട്ടൊന്ന് നോക്കി. പിന്നെ ഉള്ളതേ നീറ്റിന് കൂടുതൽ വരൽ നമ്മുടെ പോളറൈസേഷൻ എന്നാണ്. ഈ രണ്ട് സാധനങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിച്ചാൽ തന്നെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 2 slits are 1 millimeter apart and the screen is placed 1 meter away. A monochromatic light of wavelength 500 nanometer is used. What will be the width of each slit for obtaining the maximum of double slit within the central maximum of single slit pattern? ആയില്ല. ഡിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. In Young's double slit experiment, intensity of light at a point on a screen where the path difference is lambda is k. Lambda being the wavelength of light. The intensity at a point where path difference is lambda/4 will be. Path difference lambda ഉള്ള സ്ഥലത്ത് intensity എന്തായിരിക്കും ശരിക്കും? പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ മാക്സിമം കിട്ടുന്ന കണ്ടീഷൻ അല്ലേ? അപ്പോൾ Imax ഉണ്ടാവുക. Imax എന്ന് പറയുമ്പോൾ 4I0 ആയിരിക്കും അവിടുത്തെ ഇൻറ്റൻസിറ്റി. നമ്മൾ I0 എന്ന് എടുക്കുകയാണെങ്കിൽ
ഈ 4i0 ആണ് അവർ k എന്ന് പറഞ്ഞ് തന്നേക്കണേ. ഇനി പാത്ത് ഡിഫറൻസ് λ/4 ഉള്ള സ്ഥലത്താണ്. പാത്ത് ഡിഫറൻസ് λ/4 ഉള്ള സ്ഥലത്ത് പാത്ത് ഡിഫറൻസ് λ/4 ആണ്. കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് അപ്പോൾ 2π/λ ഇൻറ്റു λ/4 എന്ന് വരും. λ 4 2 കിട്ടിയാൽ π/2 എന്നല്ലേ ഉണ്ടാവുക. ഫേസ് ഡിഫറൻസ് π/2 വരും. അപ്പോൾ π/2 ഫേസ് ഡിഫറൻസ് ഉള്ള സ്ഥലത്ത് ഇൻറ്റൻസിറ്റി നോക്കാം. I' = അല്ലെങ്കിൽ I = 4i0 cos square 5/2 എന്നല്ലേ ജനറൽ ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ. യങ്സ് ഡബിൾ-സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ വീണ്ടും പറയാൻ ഒന്നും പറയുന്നില്ല എങ്കിൽ സോഴ്സുകളുടെ ഇൻറ്റൻസിറ്റീസ് സെയിം ആയിരിക്കും. പിന്നെ I1 I2 എന്ന് എടുക്കണ്ട, I0 എന്ന് എടുത്താൽ മതി. I0 ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കൂടെ പറഞ്ഞിരുന്നു 4i0 cos square 5/2 ഇൻറ്റൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ 4i0 cos square 5/2 കൊടുക്കുക. 4i0 ഇൻറ്റു cos square 5 വരുന്നത് π/2 π/2/2 എന്ന് പറയുമ്പോൾ π/4 നേരത്തെ പോലെ. അപ്പോൾ ഇതിൻ്റെ 1/2 ഉണ്ടാവും ഇവിടെ. അപ്പോൾ I0/2 എന്നാണ് വരിക. അയ്യോ 2i0 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ കിട്ടുന്ന ഇൻറ്റൻസിറ്റി I ആണ്. 2i0 എന്നാണ് കിട്ടുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, Imax 4i0 അല്ലേ k. അപ്പോൾ 2i0 എന്തായിരിക്കും? 2i0 പറയുമ്പോൾ k/2 ഉണ്ടാവും. k/2 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 അല്ലേ അല്ലേ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ യങ്സ് ഡബിൾ-സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് the slits are 2 mm apart and are illuminated by photons of two wavelengths λ1 λ2. What minimum distance from the common central bright fringe on the screen 2 meter from the slit will the bright fringe from one interface pattern coincides with the bright fringe from the other? സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ട് വേവ് ലെങ്ത് യൂസ് ചെയ്യാണ് ഡബിൾ-സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ. അപ്പോൾ നമ്മളെ സ്ലിറ്റുകൾ ഞാൻ വരച്ചുതരാം. സ്ലിറ്റുകൾ S1 S2. ഇവിടെ λ1 λ2 രണ്ട് വേവ് ലെങ്ത് സൈമൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ അറിയോ? സ്ക്രീനിൽ ഒരേ സമയം രണ്ട് പാറ്റേണുകൾ ഫോം ചെയ്യും. രണ്ട് പാറ്റേണുകൾ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ λ1 λ2 വലുതായിരിക്കും. വേവ് ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് ഫ്രിഞ്ച് കൊടുത്താൽ മനസ്സിലാക്കുക. ഇപ്പോൾ λ1 വലിയൊരു പാറ്റേൺ ഇതേപോലെ വലിയ ഫ്രിഞ്ചസ് ആയിട്ട് ഒരു പാറ്റേൺ സ്ക്രീനിൽ ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടാവും ഇതേപോലെ. ഇപ്പോൾ λ2 കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ λ2 ഉണ്ടാക്കുന്ന ഫ്രിഞ്ചസ് കുറച്ച് ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ λ1 ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഫ്രിഞ്ച് പാറ്റേൺ സ്ക്രീനിൽ ഇങ്ങനെ ഉണ്ടാക്കേണ്ടാവും. ഇപ്പോൾ λ2 അതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രിഞ്ച് പാറ്റേൺ അതും ഉണ്ടാക്കേണ്ടാവും. പക്ഷെ രണ്ടും ഒരേ സ്ക്രീനിലാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് λ2 ഉണ്ടാക്കുന്ന ഫ്രിഞ്ച് പാറ്റേൺ കുറച്ചുകൂടെ ചെറിയ ഫ്രിഞ്ചസ് ആയിരിക്കും. ഇങ്ങനെ വിഡ്ത്ത് കുറവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രിഞ്ചസ് പോവുക. അങ്ങനെ വന്ന് 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 ഇതൊക്കെ അലമ്പായി ലാസ്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് ഒന്നാമത്തെ സെൻട്രൽ രണ്ടിൻ്റെയും മാക്സിമങ്ങൾ ഒരുമിച്ച് കോൺസൈഡ് ചെയ്തിട്ടാണ് വരിക. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ ഈ വിഡ്ത്ത് വ്യത്യാസമുള്ളതുകൊണ്ട് എല്ലാം തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതായത് കോയിൻസിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ മുകളിലോട്ട് പോയി എവിടെയോ ഒരുത്തിയിൽ എത്തുന്ന സമയത്ത് ഈ രണ്ട് മാക്സിമങ്ങൾ വീണ്ടും കോൺസൈഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ പക്ഷേ എന്തായിരിക്കും എന്നറിയോ? ഇപ്പോൾ ഫസ്റ്റത്തേൻ്റെ ഫസ്റ്റത്തേൻ്റെ ഒരു തേർഡ് ഫ്രിഞ്ചാണ് അവിടെ വരുന്നതെങ്കിൽ സെക്കൻഡത്തേൻ്റെ തേർഡ് ആയിരിക്കില്ല. കാരണം രണ്ടിൻ്റെ വിഡ്ത്ത് വ്യത്യാസമുള്ളതുകൊണ്ട് ഈ കോയിൻസൈഡ് ചെയ്യുന്ന ഫ്രിഞ്ചുകളുടെ നമ്പേഴ്സ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, n1th ഓഫ് λ1 λ1ന് n1th ഫ്രിഞ്ചും ആൻഡ് n2th ഓഫ് λ2 λ2ൻ്റെ n2th ഫ്രിഞ്ചുമാണ് ഒരു സ്ഥലത്ത് വെച്ച് കോയിൻസൈഡ് ചെയ്യുന്നത് എങ്കിൽ സെൻറ്ററിൽ നിന്ന് n1th ഫ്രിഞ്ച് ഓഫ് λ1ലേക്കുള്ള ഡിസ്റ്റൻസ് n1 λ1 ഡിവൈഡ് അത് സെൻറ്ററിൽ നിന്ന് n2th ഫ്രിഞ്ച് ഓഫ് λ2ലേക്കുള്ള ഡിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കണം. നല്ല രണ്ട് ഒരുത്തി ഫോം ചെയ്യുമ്പോൾ അത് കോയിൻസൈഡ് ചെയ്തു എന്ന് പറയാം. അല്ലെ ഡി ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ n1 λ1 ഈക്വൽ ടു n2 λ2 എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് n1/n2 ഈക്വൽ ടു λ2/λ1 എന്നൊരു ഇക്വേഷൻ ഉണ്ടാവും. ഈ n1/n2 കിട്ടിയാൽ ഏതൊക്കെ ഫ്രിഞ്ചുകളാണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളോട് ചോദിച്ചപ്പോൾ എന്താ ഇൻ്റർഫറൻസ് പാറ്റേൺ കോയിൻസൈഡ്സ് അറ്റ് വാട്ട് മിനിമം ഡിസ്റ്റൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോൺസ്റ്റൻസ് ഏത് ഡിസ്റ്റൻസിലാണ് സംഭവിക്കണമെന്നല്ല, ആ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഏത് ഫ്രിഞ്ചുകളാണ് കോൺസൈഡ് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് n1/n2 അതിനകത്ത് ഉണ്ടാക്കാം. അപ്പോൾ നോക്കിയേ, n1/n2ൻ്റെ വാല്യൂ λ2/λ1 10,000/12,000 12,000 ഇങ്ങനെയല്ലേ. ദാറ്റ് ഈസ് 10/6 എന്ന് പറയുമ്പോൾ 5/6 ആയാലും 10/12 5/6 ഉണ്ടാവും അല്ലേ.
5/6 എന്ന് വെച്ചാൽ n1 5 ആകുമ്പോൾ n2 6 ഇവരാണ് കോൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ 5th ഓഫ് λ1 ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 5th ഓഫ് λ1 6th ഓഫ് λ2 തമ്മിലാണ് കോയിൻസിഡൻസ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 5th ഓഫ് λ1 ഇവിടെ ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക, 6th ഓഫ് λ2 അവിടെ തന്നെയാണ് ഫോം ചെയ്യുക. അപ്പോൾ 5th ഓഫ് λ1ലേക്കുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ 6th ഓഫ് λ2ലേക്കുള്ള ഡിസ്റ്റൻസോ എടുത്താൽ മതിയല്ലോ. അതല്ലേ അവിടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5th ഫ്രിഞ്ച് ഓഫ് λ1ലേക്കുള്ള ഡിസ്റ്റൻസ് 5 λ1 d/d ഓർ എക്സ് ഇസ് ഈക്വൽ ടു 6 λ2 d/d 6th ഓഫ് λ2ലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5 λ1 എന്താ, λ1 12,000 ആങ്സ്ട്രോൺ. അപ്പോൾ 12,000 ഇൻറ്റു 10⁻⁻10 ക്യാപിറ്റൽ ഡി എത്രയാടാ 2 മീറ്റർ, സ്മോൾ ഡി 2 മില്ലിമീറ്റർ, 2 ബൈ സ്മോൾ ഡി 2 ഇൻറ്റു 10⁻³ എന്നുണ്ടാവും. ഇത് 3 പോയി, അപ്പോൾ 7 ആയി, 7 3 പോയി കഴിഞ്ഞാൽ 4 ഉണ്ടാവും. അപ്പോൾ 10⁻⁴ മുകളിൽ ബാക്കിൻ്റെ. അപ്പോൾ 5 12 60 62 120 120/2 എന്നുണ്ടാവും ഇൻറ്റു 10⁻⁴, ദാറ്റ് ഈസ് 60 ഇൻറ്റു 10⁻⁴ എന്ന് വരും. 60 ഇൻറ്റു 10⁻⁴ എങ്ങനെ ആൻസർ? 60 ഇൻറ്റു 10⁻⁻, 6 ഇൻറ്റു 10⁻³ 6 മില്ലിമീറ്റർ കേട്ടോ. ഫ്രിഞ്ച് കോയിൻസിഡൻസ് വേറെ ഒന്നുമല്ല, രണ്ട് മൾട്ടിപ്പിൾ വേവ് ലെങ്ത് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ട് വേവ് ലെങ്ത് യൂസ് ചെയ്യുമ്പോൾ രണ്ട് വേവ് ലെങ്ത്തുകളും ഉണ്ടാക്കുന്ന ഫ്രിഞ്ചസ് കോയിൻസൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ, ബ്രൈറ്റ് ഫ്രിഞ്ച് കോയിൻസൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഏതോ ഒരു ഫ്രിഞ്ച് വരുന്ന അതേ സ്ഥലത്ത് രണ്ടാമത്തേൻ്റെ വേറെ ഏതോ ഒരു ഫ്രിഞ്ച് വരുമ്പോൾ അല്ലേ കോയിൻസിഡൻസ് നടന്നു നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ n1th ഓഫ് λ1 n2th ഓഫ് λ2 ഒരു സ്ഥലത്ത് വരുന്നെങ്കിൽ രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നു പറയാം. സിമ്പിൾ കൺസെപ്റ്റാണ്, പക്ഷെ ചെയ്യാൻ അറിയണം. കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കളേഴ്സ് ഓഫ് തിൻ സോപ്പ് ബബിൾസ് ആർ ഡ്യൂ ടു ഇൻറ്റർഫറൻസ് ആണ് കേട്ടോ. അതായത് തിൻ ഫിലിം ഇൻറ്റർഫറൻസ് എന്നാണ് എനിക്ക് പറയുക. കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്നില്ല. ഒരു തിൻ ഫിലിമിൽ ലൈറ്റ് വന്നിട്ട് വീണാൽ പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്യും, റിഫ്രാക്ട് ചെയ്യും ചെയ്യാതെ. അത് റിഫ്രാക്ട് ചെയ്ത ലൈറ്റ് ലോവർ ഫേസിൽ നിന്ന് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് റിഫ്രാക്ട് ചെയ്ത് പോകും. ഇതിവിടെ വന്ന് വീണ്ടും റിഫ്ലക്ട് ചെയ്ത് റിഫ്രാക്ട് ചെയ്ത് പോകും. ഈ ലൈറ്റില്ലേ എസ് എന്ന് വരുന്ന ഒരു S1 അപ്പർ ഫേസിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത ലൈറ്റും ലോവർ ഫേസിൽ പോയി റിഫ്ലക്ട് ചെയ്ത് വന്ന ലൈറ്റ് S2 ഇത് രണ്ടും കൊഹറൻ്റ് ആയിരിക്കും. അത് സൂപ്പർ പോസ് ചെയ്തിട്ട് നമ്മളെ കണ്ണിലേക്ക് വരുമ്പോഴാണ് അവിടെ ഇൻ്റർഫറൻസ് നടക്കുന്നത്. അപ്പോൾ വൈറ്റ് ലൈറ്റാണ് വന്ന് വീഴുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കളേർഡ് ഫ്രിഞ്ചസ് ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഇൻ്റർഫറൻസ് പറയുന്നത് ഇത് CD മുകളിലുള്ള കളറ്, കോമ്പാക്ട് ഡിസ്കിൻ്റെ മുകളിലത്തെ കളറ്, പിന്നെ ഈ സോപ്പ് ബബിളിൻ്റെ കളേഴ്സ്, ഇതൊക്കെ എന്തിനായിരിക്കും ഇൻ്റർഫറൻസ് കൊണ്ടാണ് സംഭവിക്കുന്നത് കേട്ടോ. ചെറിയ ക്ലാസ് പഠിച്ചല്ലോ, 9ാം ക്ലാസ്സിലും കണ്ടു. ഓക്കെ, അതൊക്കെയാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ്. ഇനിയുള്ള നമുക്ക് ഡിഫ്രാക്ഷനാണ്. Diffraction, process of bending of light at the edges and corners of some small obstacles. അല്ലെങ്കിൽ ഷാർപ്പ്ഡ് എഡ്ജസിലോ ചെറിയ ഒബ്സ്റ്റക്കിൾസിലൊക്കെ തട്ടി ലൈറ്റ് ബെൻഡ് ചെയ്യുന്നതിനാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട് വിചാരിക്കും, ഇതിലേക്ക് വരുന്ന ലൈറ്റ് ഇങ്ങനെ ലൈറ്റ് വരികയാണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ മുമ്പിൽ സ്ക്രീൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റൊക്കെ നേരെ സ്ക്രീനിൽ വരും. പക്ഷേ ഈ എഡ്ജിൽ വന്ന് വീഴുന്ന ലൈറ്റ് ശരിക്കും തിരിച്ചു പോരാ വേണ്ടത്, പക്ഷെ അത് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. എന്ന് വെച്ചാൽ ശരിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് താഴേക്ക് ഇത് ഷാഡോ റീജിയനാണ് ശരിക്ക്. പക്ഷേ ഈ ഒരു റീജിയനിലെ കുറച്ച് ഭാഗത്തേക്ക് ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് എൻക്രോച്ച് ചെയ്ത് നിൽക്കുക. ഇത് അങ്ങനെ ശരിക്കും അവിടെ ലൈറ്റ് ഉണ്ടാവരുത്, കാരണം ആ ഷാർപ്പ് എഡ്ജ് തട്ടുന്ന ലൈറ്റ് തിരിച്ചു വരല്ലേ വേണ്ടത്. പാർട്ടിക്കിൾ തിയറി വെച്ചിട്ട് അങ്ങനെ സംഭവിക്കണ്ടേ. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. എന്ത് ചെയ്യുന്നു, ലൈറ്റ് ബെൻഡ് ചെയ്ത് വന്നിട്ട് സ്ക്രീനിലൊരു പോയിന്റിൽ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് താഴേക്ക് വരും. എന്ന് വെച്ചാൽ ഷാഡോ ഫോം ചെയ്യേണ്ടിയിരുന്ന സ്ഥലങ്ങളിലേക്ക് ലൈറ്റ് കയറി വരും. അതുകൊണ്ട് തന്നെ ലൈറ്റ് അവിടെ സൂപ്പർ പോസ് ചെയ്തിട്ട് പാറ്റേണുകൾ ഉണ്ടാവും. ഡിഫ്രാക്ഷൻ പാറ്റേണുകൾ ഉണ്ടാകുമ്പോൾ ഡിഫ്രാക്ഷനിൽ നമുക്ക് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫ്രോണോഫർ ഡിഫ്രാക്ഷൻ, സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. ഒരു സ്ലിറ്റിൻ്റെ വിടുത്ത്
അതിലേക്ക് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് വീഴാണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്ലിറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ സ്ക്രീനിലേക്ക് നീട്ടിയാൽ സെൻറ്റർ സ്ക്രീനിൽ മീറ്റ് ചെയ്യും. അത് M N എക്സ്ട്രീം പോയിൻറ്റ്സ് ഓഫ് സ്ലിറ്റ് ആണ്. ഇപ്പോൾ സ്ക്രീനിൽ സെൻറ്ററിൽ നമുക്കൊരു മാക്സിമം ഉണ്ടാവും, നല്ല ഇൻറ്റൻസിറ്റിയിൽ നല്ലൊരു മാക്സിമം. പിന്നെ ഒരു മിനിമം, സെക്കൻഡറി മിനിമാസ് ആൻഡ് സെക്കൻഡറി മാക്സിമാസ്, ഇങ്ങനെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന രൂപത്തിൽ മാക്സിമം മിനിമാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയണതാണ്. ഇപ്പോൾ സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഓരോരുത്തരിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻസ് ഓഫ് സെൻട്രൽ മാക്സിമം, സെൻട്രൽ എന്തായാലും സെൻട്രൽ മാക്സിമം ഉണ്ടാവുള്ളൂ. പിന്നെ പൊസിഷൻസ് ഓഫ് സെക്കൻഡറി ഫ്രിഞ്ചസിൻ്റെ കേസിലാണ് നമുക്കൊരു കൺഫ്യൂഷൻസ് ഇല്ല. സെക്കൻഡറി ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, സെൻട്രൽ മാക്സിമം അല്ലാത്ത എല്ലാ ഫ്രിഞ്ചുകളും സെക്കൻഡറി ഫ്രിഞ്ചസ് എന്നാണ് പറയാം. അപ്പോൾ അതിൽ ഒന്നാമത്തത് പൊസിഷൻസ് ഓഫ് സെക്കൻഡറി മിനിമയാണ്, മിനിമകളുടെ പൊസിഷൻ. സെക്കൻഡറി മിനിമയുടെ പൊസിഷൻ കിട്ടാൻ അവിടേക്കുള്ള പാത്ത് ഡിഫറൻസ് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു n ലാംഡ ആവണമെന്നും n 1 2 3 അങ്ങനെ എടുക്കാൻ പാടുള്ളൂ എന്നാണ് കണ്ടീഷൻ. അതിന് പാത്ത് ഡിഫറൻസ് a സൈൻ തീറ്റയാണ്, a വിഡ്ത്ത് ഓഫ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ എടുക്കുമ്പോൾ അതിലേക്കുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് a സൈൻ തീറ്റയാണ്, a വിഡ്ത്ത് ഓഫ് സ്ലിറ്റ് ആണ്, a സൈൻ തീറ്റയാണ് പാത്ത് ഡിഫറൻസ് വരെ. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു n ലാംഡ. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ. ചെറിയ ആംഗിൾസ് ആണെങ്കിൽ മാത്രം എ തീറ്റ n ലാംഡ എന്ന് എടുക്കുകയും തീറ്റ ഈക്വൽ ടു n ലാംഡ ബൈ a എന്ന് പറയുകയൊക്കെ ചെയ്യാം. ഡിഫ്രാക്ഷൻ വലിയ ആംഗിളിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ എ സൈൻ തീറ്റയാണ് കണ്ടീഷൻ എന്നുള്ളത് മറക്കരുത്. എ സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ, അതാണ് കണ്ടീഷൻ ഫോർ മിനിമമാണ്, മിനിമത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മിനിമം കിട്ടണമെങ്കിൽ ഫസ്റ്റ് സെക്കൻഡറി മിനിമത്തിന് എ സൈൻ തീറ്റ ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ലാംഡ ആയിരിക്കണം. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ എന്ന് വരും. അപ്പോൾ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ലാംഡ ബൈ എ ആണ് ഫസ്റ്റ് മിനിമത്തിൻ്റെ കണ്ടീഷൻ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് സൈൻ ചെറിയ ആംഗിൾ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എന്ന് എടുത്താൽ മതി മിനിമത്തിന് കേട്ടോ. ഇനി ഫോർ സെക്കൻഡറി മാക്സിമത്തിൻ്റെ കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് മസ്റ്റ് ബി ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ 2 എന്നാണ് കണ്ടീഷൻ വരിക. അവിടെ n 1 2 3 അങ്ങനെ എടുക്കാവുള്ളേ. 2n + 1 ആണ്, 2n - 1 അല്ല, 2n + 1 ലാംഡ ബൈ 2. പാത്ത് ഡിഫറൻസ് അഗെയിൻ a സൈൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ 2 എന്നുണ്ടാവും. ഇത് വെച്ച് കാണാം. ഇനി ചെറിയ ആംഗിൾ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 2n + 1 ലാംഡ ബൈ 2 എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മിനിമത്തിന് എ സൈൻ തീറ്റ ഈക്വൽ ടു n ന് 1 കൊടുത്താൽ 3 ലാംഡ ബൈ 2 എന്നുണ്ടാവും. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു 3 ലാംഡ ബൈ 2a. അപ്പോൾ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3 ലാംഡ ബൈ 2a എന്നായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതാണ് കണ്ടീഷൻസ്. പിന്നെ നമുക്ക് ആ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് വേണ്ടി വരും, വിഡ്ത്ത് ഓഫ് CM. സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് ശരിക്കും കിട്ടുക സൈൻ തീറ്റ 1 ഈക്വൽ ടു, അതായത് ഫസ്റ്റ് രണ്ട് സൈഡിലും ഫസ്റ്റ് സെക്കൻഡറി മിനിമകൾക്ക് ഇതാ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത്. അപ്പോൾ അതിൻ്റെ ആംഗുലാർ വിഡ്ത്ത് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മിനിമത്തിലേക്ക് ഉള്ള ആംഗിൾ സൈൻ തീറ്റ 1 ഈക്വൽ ടു ലാംഡ ബൈ എ എന്നായിരുന്നു. അപ്പോൾ തീറ്റ 1 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ലാംഡ ബൈ എ. 2 തീറ്റ 1 ആണ് ആംഗുലാർ വിഡ്ത്ത് വരിക. എന്ന് വെച്ചാൽ മുകളിലേക്കും ഉണ്ടാവും, ഇത് തീറ്റ 1, താഴേക്ക് ഇതും തീറ്റ 1. അപ്പോൾ 2 തീറ്റ 1 ആണ് ഈ വിഡ്ത്ത് വരിക, ആംഗുലാർ വിഡ്ത്ത്. അപ്പോൾ 2 തീറ്റ 1 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ലാംഡ ബൈ എ. ഇനി ചെറിയ ആംഗിൾ ആണെങ്കിൽ ബീറ്റ 0 നമുക്ക് 2 ലാംഡ ബൈ എന്ന് എടുക്കും ചെയ്യും കേട്ടോ, 2 ലാംഡ ബൈ എ. ഓക്കെ, ഇത് ഈ ആംഗുലാർ വിഡ്ത്താണ്. ഇപ്പോൾ ലീനിയർ വിഡ്ത്താണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഇതിപ്പോൾ ആംഗിൾ അല്ലേ കിട്ടിയ, ഈ വിഡ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതവിടെ അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ ക്യാപിറ്റൽ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബീറ്റ ഈക്വൽ ടു ബീറ്റ 0 ഇൻറ്റു ക്യാപിറ്റൽ ഡി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ആംഗുലാർ കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞതുപോലെ ലീനിയർ കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 2 ലാംഡ ഡി ബൈ എ എന്നായിരിക്കും എക്സ്പ്രഷൻ ഉണ്ടാവുക. അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സിംഗിൾ സ്ലിറ്റ് കൊണ്ട് ഡിഫ്രാക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ സിംഗിൾ സ്ലിറ്റ് കൊണ്ട് ഡിഫ്രാക്ഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് ഉണ്ടാവണം. എങ്ങനെയാണെന്ന് അറിയോ, ഒരു സ്ലിറ്റിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റ്, മുമ്പിൽ സ്ക്രീൻ ഉണ്ട്, ഉള്ളിൽ കൂടെ പോണ ലൈറ്റൊക്കെ ഇങ്ങനെ തന്നെ പോവാതെ
പക്ഷേ ഈ എഡ്ജിൽ വന്ന് വീഴുന്ന ലൈറ്റില്ലേ, എഡ്ജിൽ വന്ന് വീഴുന്ന ലൈറ്റ് അവിടെ നിന്ന് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറും, ഇവിടെയും ഇങ്ങോട്ട് കയറും. എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ സൂപ്പർ പോസ് ചെയ്യും അത്. അപ്പോൾ ഒരു സ്ലിറ്റിന് ഡിഫ്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് നമ്മൾ എടുത്തപ്പോൾ 2 സ്ലിറ്റുകളാണ് അതിനകത്ത്, S1 S2. അപ്പോൾ S1 S1ൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ടാവും, S2 S2ൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ടാവും, S1 S2 കൂടെ അതിൻ്റെ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസും ഫോം ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അലമ്പായിരിക്കും സ്ക്രീനിൽ കാണുക. സ്ക്രീനിൽ S1 ഉണ്ടാക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണും S2 ഉണ്ടാക്കുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണും സൂപ്പർ പോസ് ചെയ്തിട്ട് റിസൾട്ടിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. അതിൻ്റെ ഉള്ളിലാണ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫ്രാക്ഷൻ പീക്ക് ഇതാണെങ്കിൽ ഇങ്ങനെയാണ്, ആ റിസൾട്ടിൻ്റെ ഡിഫ്രാക്ഷൻ പീക്ക് പോകണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഇതേപോലെ ഫോം ചെയ്യുക. വൃത്തിയാക്കി വരക്കണം, എല്ലാ ഫ്രിഞ്ചിനും ഒരേ വിടുത്തായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഇൻസൈഡ് ദ ഡിഫ്രാക്ഷൻ പീക്ക് കിട്ടണമെങ്കിൽ ഡിഫ്രാക്ഷൻ പീക്കിൻ്റെ വിടുത്ത് ബൈ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസിൻ്റെ വിടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഡിഫ്രാക്ഷൻ പീക്കിൻ്റെ ലീനിയർ വിടുത്ത് എന്തായിരുന്നു? സെൻട്രൽ മാക്സിമം ഓഫ് ഡിഫ്രാക്ഷൻ്റെ 2λd/a എന്നാണ്, ഡിവൈഡഡ് ബൈ ഒരു ഇൻ്റർഫറൻസ് ഫ്രിഞ്ചിൻ്റെ വിടുത്ത് എന്ന് പറയുമ്പോൾ λd/d ആണ്. λd വെട്ടി ബാക്കി വരുന്നത് 2d/a. അപ്പം നമ്പർ ഓഫ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഇൻസൈഡ് ദ ഡിഫ്രാക്ഷൻ പീക്ക് ഇസ് 2d/a. അതോടെ മനസ്സിലാക്കി വെച്ചോണ്ട് കേട്ടോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനുകളിലേക്ക് വരാം. In a double slit experiment, the 2 slits are 1 millimeter apart, but D 1 millimeter തന്നിട്ടുണ്ട്. And the screen is placed 1 meter away. Capital D 1 meter ആണ്. Monochromatic light of wavelength 500 nanometer യൂസ് ചെയ്യണു. What will be the width of each slit obtaining then 10 maxima of double slit within the central maximum single slit? അപ്പോൾ n 10 കിട്ടണം. n-ൻ്റെ ഇക്വേഷൻ എന്താണ്? n is equal to 2d/a. ഇപ്പോൾ പറഞ്ഞില്ലേ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് ഇൻസൈഡ് ഡിഫ്രാക്ഷൻ പീക്കുള്ള ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസിന് എണ്ണം വിഡ്ത്ത് ഓഫ് സ്ലിറ്റ് അല്ലേ ചോദിക്കണേ. അപ്പോൾ 2d/n ഉണ്ടാവും. 2 ഇൻറ്റു d എത്രയുടെ 1 millimeter, 1 × 10⁻³ n 10 അല്ലേ. അപ്പോൾ 2 × 10⁻⁴, 20 × 10⁻³ 20, അല്ലെങ്കിൽ 2 × 10⁻⁴ 0.2 millimeter അല്ലേ. അങ്ങനെ ആൻസർ വരാം 0.2 millimeter. അടുത്ത ക്വസ്റ്റ്യൻ. Angular width of central maximum in the front of a diffraction lambda is equal to 6000 angstrom is θ0. And the same slit is illuminated by another monochromatic light of angular width decreased by 30%. The wavelength of the light is ലാംഡ ഉപയോഗിച്ചപ്പോൾ 6000 ഉപയോഗിച്ചപ്പോൾ θ0 ആണ് ആംഗുലാർ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് θ0 ഞാൻ β0 എന്ന് എടുക്കണം. β0 is equal to λ/a, 2λ/a. ഇതല്ലായിരുന്നു ആംഗുലാർ വിഡ്ത്ത്. അപ്പോൾ ആദ്യത്തെ ലാംഡ ഉപയോഗിച്ചപ്പം β0 കിട്ടി. രണ്ടാമത്തെ ലാംഡ ഉപയോഗിച്ചപ്പോൾ 30% ഡിക്രീസസ് ബൈ 30%. അപ്പോൾ 70% ആയിട്ട് കുറയുന്നു. അപ്പോൾ β0' എന്ന് പറയുമ്പോൾ ലാംഡല്ലേ മാറ്റി 2λ' ഡിവൈഡഡ് ബൈ വിഡ്ത്ത് എ തന്നെ. അപ്പോൾ β0' ബൈ β0 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് λ' ഡിവൈഡഡ് ബൈ ലാംഡ എന്നുണ്ടാവും. അപ്പോൾ β0' എന്ന് പറയുമ്പോൾ 70% ഓഫ് β0 ആണ്. അപ്പോൾ 0.7 β0 ഡിവൈഡഡ് ബൈ β0 ഈക്വൽ ടു λ' ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പോൾ 0.7 ലാംഡ ആണ് λ' വരിക. ലാംഡ 6000ൻ്റെ 0.7 എന്ന് പറയുമ്പോൾ 4200 ആങ്സ്റ്റർ ഉണ്ട് അവിടെ. എളുപ്പമല്ലേ? 6000ൻ്റെ 0.7 എന്തായാലും 420 വരില്ലല്ലോ, 1800 വരില്ല. അപ്പോൾ പിന്നെ 4200 ആയിരിക്കില്ലേ അല്ലേ? Unpolarized light. To diffraction pattern due to a single slit of width A. The first minimum is observed at an angle of 30 degrees when light of wavelength 500 angstrom is incident on the slit. The first secondary minima is observed at an angle of
First minimum is observed at an angle of 30 degree. First secondary maximum is observed എന്നല്ലേ പറയണം. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് മിനിമത്തിന് സൈൻ തീറ്റ 1 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് മിനിമം അല്ലേ, ഫസ്റ്റ് മിനിമത്തിൽ ലാംഡ ബൈ എ എന്നായിരുന്നു. അപ്പോൾ സൈൻ 30 ഈക്വൽ ടു ലാംഡ ബൈ എ. അപ്പോൾ ലാംഡ ബൈ എയുടെ വാല്യൂ വരുന്നത് 1/2 ആണ്. അത് അവിടെ നിന്നോട്ടെ. ഇനി ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം അല്ലേ വേണ്ടത്. ഫസ്റ്റ് സെക്കൻഡറി മാക്സിമത്തിന് സൈൻ തീറ്റ ഈക്വൽ ടു 3/2 ലാംഡ ബൈ എ എന്നായിരുന്നു. 3 ലാംഡ ബൈ 2a. ആൻഡ് യു ഹാവ് ലാംഡ ബൈ എ 11/2. 3/2 ഇൻറ്റു 1/2 ദറ്റ് ഇസ് 3/4 വരും സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ 3/4, തീറ്റ സൈൻ ഇൻവേഴ്സ് 3/4, സൈൻ ഇൻവേഴ്സ് 3/4, സൈൻ ഇൻവേഴ്സ് 3/4. അടുത്ത ക്വസ്റ്റ്യൻ. ലീനിയർ അപ്പേച്ചർ ഹൂസ് വിഡ്ത്ത് ഇസ് 0.02 cm is placed immediately in front of lens of a focal length 60 cm. Aperture is illuminated normally by a parallel beam of wavelength 5 × 10⁻⁵ cm. Distance of first dark band of the diffraction pattern from the center of the screen. First dark band എന്ന് പറയുന്നത് ഫസ്റ്റ് മിനിമം. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കണം. ഫസ്റ്റ് മിനിമത്തിലേക്കുള്ള ആംഗിൾ തീറ്റ 1 = ലാംഡ ബൈ എ എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ x1 ലാംഡ ഡി ബൈ എ എടുത്താൽ മതി. ഡി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ആംഗുലാർ ലീനിയർ ആക്കണമെങ്കിൽ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ലീനിയറിനെ ആംഗുലർ ആക്കണമെങ്കിൽ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടേ? ലീനിയർ അപ്പേച്ചർ ഹൂസ് വിഡ്ത്ത് ഇസ് 0.02 cm is placed immediately in front of lens of focal length. അവിടെ ഒരു സീൻ ഉണ്ട്. എന്താ അറിയോ, ഈ സ്ലിറ്റിന് മുമ്പിൽ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ലെൻസ് വെച്ചാൽ അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക, ഈ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന സാധനം അത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആയിരിക്കും. കാരണം ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റാണ് ഇതിനകത്തേക്ക് വരുന്നതേ. ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന ലൈറ്റ് വന്നിട്ട് ഇതിൽ വീണ് ഇവിടെ സ്ക്രീനിൽ ഫോക്കസ് ചെയ്യുന്ന മുമ്പിൽ എന്ത് കൊടുക്കേണ്ടി വരും? ലെൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്ക്രീൻ വെക്കുന്നത് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിലായിരിക്കണം, ഫോക്കസിലായിരിക്കണം. അപ്പോൾ ഡി എഫ് എന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ഡിസ്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് ഡാർക്ക് ബാൻഡ്. അപ്പോൾ x1 = ലാംഡ എഫ് ബൈ എ എന്നുണ്ടാവും. ബാക്കി തന്നുണ്ടോ? ലാംഡ എത്രയാണ്? വേവ് ലെങ്ത് 5 × 10⁻⁵ cm ഇൻറ്റു 10⁻². ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് 60 cm, 60 × 10⁻² ഡിവൈഡഡ് ബൈ എ എത്ര? 0.02 cm. 0.02 എന്ന് പറയുമ്പോൾ 2 × 10⁻². -2 പോയി 2 60 30 0 10⁻⁻1. അപ്പോൾ 10⁻⁶, 15 × 10⁻⁶ എന്നുണ്ടാവും. 15 × 10⁻⁶ പറയുമ്പോൾ 0.15 × 10⁻⁴. ഇവിടെ തെറ്റിയോ? എവിടെ ഒന്ന് പാളിയല്ലോ. 10⁻², 10⁻⁻1, 10⁻⁶. പോയിന്റ് 15 × 10⁻⁴ എന്നല്ലേ എവിടെ തെറ്റിയേ? ഒന്നുകൂടെ ചെയ്തേക്കല്ലേ. 5 × 10⁻⁵ ഇൻറ്റു 10⁻² ഇൻറ്റു 60 × 10⁻². 60 സെൻറ്റിമീറ്ററിനല്ലേ? മറ്റേത് 0.02 സെൻറ്റിമീറ്റർ. അയ്യോ ഒന്നുമില്ല. 0.02 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × 10⁻⁴ ഉണ്ടാവും കേട്ടോ, 10⁻² അല്ല. അപ്പോൾ 10⁻⁴, 10⁻² കിട്ടി. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇത് 10⁻² എന്ന് വരും. 0.15 സെൻറ്റിമീറ്റർ. ഒരു 10⁻² കുറഞ്ഞു ഇതാ കേട്ടോ. For a parallel beam of monochromatic light of wavelength lambda, diffraction produced by a single slit whose width A is of the order of the wavelength of light. If D is the
Distance of the strings from the width of the central maximum will be. Central maximum width is 2 lambda dy. Achi. At the first minimum, adjacent to the central maximum of a single slit diffraction pattern, phase difference between the Huygens wavelet from the edge of the slit and the wavelet from the midpoint of the slit is. എന്താ വെച്ചാൽ ഫസ്റ്റ് മിനിമം അല്ലേ, അറ്റ് ദ ഫസ്റ്റ് മിനിമം അഡ്ജസൻറ്റ് ടു ദ സെൻട്രൽ മാക്സിമം ഓഫ് ദ സിംഗിൾ സ്ലിറ്റ്. അത് വലിയ കൺസെപ്റ്റാണ്. ഇങ്ങോട്ട് നോക്ക്, സ്ലിറ്റിൻ്റെ എക്സ്ട്രീം പോയിൻറ്റ്സ് എം എൻ ആണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇത് സെൻറ്റർ ഓഫ് സ്ക്രീന്, ഇത് സി സെൻറ്റർ ഓഫ് സ്ലിറ്റ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് മിനിമം കിട്ടണമെങ്കിൽ എം എന്നും എൻ എന്നും പോകുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ആണ് ലാംഡ ആവേണ്ടത്. ഫസ്റ്റ് മിനിമത്തിന് പാത്ത് ഡിഫറൻസ് മിനിമത്തിന് എൻ ലാംഡ എന്നല്ലേ, ഫസ്റ്റ് മിനിമത്തിന് അപ്പോൾ ലാംഡ ആയിരിക്കണം, ഒരു ലാംഡ. അപ്പോൾ എക്സ്ട്രീം പോയിൻറ്റ്സ് ഓഫ് സ്ലിറ്റിൽ നിന്ന് ഇവിടെ ഒരു ജനറൽ കൺസെപ്റ്റ് ഇതാണ്, എക്സ്ട്രീം പോയിൻറ്റ്സ് ഓഫ് സ്ലിറ്റിൽ നിന്ന് പോകുന്ന ലൈറ്റുകൾ അവിടെ ചെന്ന് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ലാംഡ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്പർ എക്സ്ട്രീം പോയിന്റിൽ നിന്നും മിഡ് പോയിന്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് അവിടെ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് കറക്റ്റ് സെൻറ്ററിൽ നിന്നാണ് പോകണമെങ്കിൽ പാത്ത് ഡിഫറൻസ് നേരെ പകുതി ഉണ്ടാവും. പാത്ത് ഡിഫറൻസ് ഇക്വൽ ടു ലാംഡ ബൈ 2. അപ്പോൾ ദ ഫേസ് ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ അപ്പർ ആൻഡ് ലോവർ എക്സ്ട്രീം പോയിന്റ്സ് ഓഫ് സ്ലിറ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് പാത്ത് ഡിഫറൻസ് ലാംഡ ഉണ്ടാക്കുമ്പോൾ അവിടെ ഫസ്റ്റ് മിനിമം കിട്ടുക. അപ്പോൾ അപ്പർ എക്സ്ട്രീം പോയിന്റിൽ നിന്ന് മിഡ് പോയിന്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് അപ്പോൾ ലാംഡ ബൈ 2 ആവണം, കാരണം കറക്റ്റ് പകുതിയാവും അത്. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് എത്ര, 2π ബൈ ലാംഡ ഇൻറ്റു ലാംഡ ബൈ 2. അയ്യോ, ലാംഡ 2 ഇട്ട് പൈ അല്ലേ വരിക, പൈ റേഡിയൻ. ബീം ഓഫ് ലൈറ്റ് ഓഫ് ലാംഡ 600 നാനോമീറ്റർ ഫ്രം ഡിസ്റ്റൻസ് സോഴ്സ് ഫാൾസ് ഓൺ എ സിംഗിൾ സ്ലിറ്റ് 1 millimeter wider and the resulting diffraction pattern is observed on a screen 2 meter away. The distance between the first dark fringe on either side of the central bright fringe is അതാണ് എന്ത് width of central maximum ബീറ്റ ലാംഡ 2 lambda d by a. ലീനിയർ ആയി ചോദിച്ചത്. അപ്പോൾ 2 ഇൻറ്റു ലാംഡ 600 നാനോമീറ്റർ ഇൻറ്റു ക്യാപിറ്റൽ ഡി 2 മീറ്റർ ബൈ സ്മോൾ എ, എവിടെ സ്മോൾ എ 1 millimeter, ഇപ്പോൾ 10⁻³ 10⁻⁶ 10⁻⁴. ഡി എത്ര, ക്യാപിറ്റൽ ഡി 2. അപ്പോൾ 4 24 ഇൻറ്റു 10⁻⁴ 2.4 millimeter. 2.4 millimeter ഉണ്ടാവും ആൻസർ. 2.4 millimeter. അതാണ് ഡിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിലേ നമുക്ക് പോളറൈസേഷനെ പറ്റി സംസാരിക്കാം. പോളണ്ടിനെ പറ്റിയല്ല, പോളറൈസേഷനെ പറ്റി. പോളണ്ടിനെ പറ്റി സംസാരിക്കരുത് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ പോളറൈസേഷനെ പറ്റി സംസാരിക്കാം. ഓക്കെ, ലൈറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് ഇല്ലേ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ ലൈറ്റ്, ഇലക്ട്രിക് ഫീൽഡ് വൈബ്രേഷൻസ് എല്ലാ ഡയറക്ഷൻസിലേക്കും ഉണ്ടാവും അൺപോളറൈസ്ഡ് ലൈറ്റിൽ. അതിന് ഒരു പ്ലെയിനിലേക്ക് മാത്രം ഒതുക്കുന്ന പരിപാടിയാണ് പ്ലെയിൻ പോളറൈസേഷൻ എന്ന് പറയുക. കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ. ഈ പോളറൈസേഷൻ നടത്തിയാൽ അവിടെ ഇപ്പോൾ നമുക്കൊരു അൺപോളറൈസ്ഡ് ലൈറ്റ് ജനറലി നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 2 പ്ലെയിനിലേക്ക് വൈബ്രേഷനുള്ള ലൈറ്റായിട്ട്. 2 പ്ലെയിനിലേക്കല്ല, മൊത്തം എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. ഇത് ചില സബ്സ്റ്റൻസുകൾ ദേ ആർ നോൺ ആസ് പോളറൈസേഴ്സ്. പോളറൈസേഴ്സിനകത്തോടെ പാസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോളറൈസറിന് ഒരു ഒപ്റ്റിക് ആക്സിസ് ഉണ്ടാവും. ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരുന്ന വൈബ്രേഷൻസ് കടന്നു പോരുകയും പെർപെൻഡിക്കുലർ വൈബ്രേഷൻസിനെ ക്രിസ്റ്റൽ അബ്സർവ് ചെയ്ത് കളയുകയും ചെയ്യും, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഇവിടെ കൊടുത്ത ഇൻറ്റൻസിറ്റി I0 ഓഫ് അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ, ഇത് അൺപോളറൈസ്ഡ് ലൈറ്റാണ്. അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആണെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0/2 ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ പോളറൈസർ ഏത് ആംഗിളിൽ വെച്ചാലും അങ്ങനെ വരുള്ളൂ. ഇനിയിപ്പോൾ ആംഗിൾ ചെരിച്ച് വെച്ച് 45 ഡിഗ്രിയിൽ വെച്ചാലും അൺപോളറൈസ്ഡ് ലൈറ്റാണ് പോളറൈസറിൽ വന്ന് വീഴുന്നതെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റി പകുതി ഉണ്ടാവുള്ളൂ. അത് ഏത് ആംഗിളിൽ വെച്ചാലും അവിടെ ആംഗിൾ ഡിപ്പെൻഡൻസ് വരില്ല. പക്ഷേ ഈ പോളറൈസ്ഡ് ലൈറ്റ് പിന്നൊരു പോളറൈസറിൽ കയറുകയാണെങ്കിൽ, ഈ പോളറൈസറിനാണ് നമ്മൾ അനലൈസർ എന്ന് പറയുക.
അനലൈസറിലേക്ക് കയറുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഇൻറ്റൻസിറ്റി ഈ പോളറൈസറിൻ്റെ ഒപ്റ്റിക് ആക്സിസും അനലൈസറിൻ്റെ ഒപ്റ്റിക് ആക്സിസും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് മാലസ് ലോ, മാളൂസ് ലോ. ഇവിടെ ഇറങ്ങുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഐ ഡാഷ് പ്രപ്പോർഷണൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്നാണ് മാളു പറഞ്ഞത്. അപ്പോൾ ഐ ഡാഷ് ഇസ് ഈക്വൽ ടു ഈ അനലൈസറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് വേണ്ടെങ്കിൽ അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക അനലൈസറിലേക്ക് കയറുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് I0/2 ഇൻറ്റു കോസ് സ്ക്വയർ ആംഗിൾ ബിറ്റ്വീൻ ഒപ്റ്റിക് ആക്സിസ് ഓഫ് പോളറൈസർ ആൻഡ് അനലൈസർ. ഇതാണ് മാലസ് ലോ പറയണത്. ഒന്നുകൂടി പറയാണ്, അൺപോളറൈസ് ലൈറ്റ് ഒരു പോളറൈസറിൽ കയറി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് ഏത് ആംഗിളിൽ ഇരിക്കുന്നു പോളറൈസർ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. കറക്റ്റ് പകുതി ഇൻറ്റൻസിറ്റി ആയിട്ട് കുറയും അത്. പക്ഷേ പോളറൈസ് ലൈറ്റ് ഒരു പോളറൈസറിലേക്ക് കയറുമ്പോൾ അവിടെ മാലസ് ലോ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പോളറൈസ് ലൈറ്റ് കയറുമ്പോൾ പിന്നെ ആംഗിളിനെ ഡിപ്പെൻഡൻ്റ് ആണ്. അത് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പ്രപ്പോഷലായിരിക്കും പുറത്തേക്ക് ഇറങ്ങുന്ന ഇൻറ്റൻസിറ്റി. അത് എത്ര അനലൈസർ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു 4 എണ്ണം ഉണ്ടായിരിക്കും, 4 പോളറൈസർ ഇങ്ങനെ വെച്ചു. അതിൽ ഒന്നാമത്തേലേക്ക് I0 ഇൻറ്റൻസിറ്റിയിൽ അൺപോളറൈസ് ലൈറ്റ് വന്ന് കയറുകയാണ്. അപ്പോൾ നാലാമത്തേൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം അങ്ങനെ ആയിരിക്കുന്നില്ല. ഓരോന്നും തൊട്ട് മുമ്പത്തേറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഒന്നാമത്തേൽ മാലസ് ലോ വേണ്ട, 1/2 റൂൾ എടുക്കുക, ദാറ്റ് ഈസ് I0/2 വരും. രണ്ടാമത്തേലേക്ക് കയറുന്ന I0/2 പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് I0/2 ഇൻറ്റു കോസ് സ്ക്വയർ 45. അപ്പോൾ ഇതുണ്ടാവും. ഇതിന്ന് പുറത്തേക്ക് ഇറങ്ങണേ. ഞാനതൊരു I1 എന്ന് എടുക്കണം കേട്ടോ, I1. ഇനി അതാണ് മൂന്നാമത്തേലേക്ക് കയറുന്നത്. അപ്പോൾ മൂന്നാമത്തേൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് I2 ആണെങ്കിൽ I2 ഇസ് ഈക്വൽ ടു മൂന്നാമത്തേൽ കയറിയത് I0/2 ഇൻറ്റു കോസ് സ്ക്വയർ 45 ആണ് കയറിയത് ഇൻറ്റു കോസ് സ്ക്വയർ 45. ഇനി അത് നാലാമത്തേൽ കയറി ഇറങ്ങുമ്പോൾ I3 ആണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ I3 എന്ന് പറയുമ്പോൾ നാലാമത്തേലേക്ക് കയറിയത് I0/2 ഇൻറ്റു കോസ് സ്ക്വയർ 45 ഇൻറ്റു കോസ് സ്ക്വയർ 45 ആണ് ഇൻറ്റു കോസ് സ്ക്വയർ 45. എത്ര വരും? I0/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. I0/4 6 അല്ല 4 8 16 അല്ലേ? I0/16 ഉണ്ടാവുക. ഇങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ, മാറ്റരുതേ. പിന്നെ പല രൂപത്തിൽ പോളറൈസേഷൻ നടത്താം. പോളറൈസേഷൻ നടത്തുന്ന തന്നെ 2 മെത്തേഡ്സ് ആണല്ലോ. ഒന്ന് കുറേ മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ബൈ സ്കാറ്ററിങ്. ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു സ്കാറ്ററിൽ വന്ന് വീഴുകയാണ്. ഏതെങ്കിലും ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ വന്ന് വീഴുമ്പോൾ അതിലേക്ക് വരുന്ന 2 ഡയറക്ഷൻസിലും വൈബ്രേഷൻസ് ഉണ്ട്. ഇതേപോലെ ഇത് വന്ന് വീണ എല്ലാ ഡയറക്ഷൻസിലേക്കും സ്കാറ്റർ ചെയ്ത പോലെ ലൈറ്റ്. പക്ഷേ ഇൻസിഡൻറ്റ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൽ ഒരു ടൈപ്പ് വൈബ്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് I0 ഇൻറ്റൻസിറ്റിയാണ്, ഇതിന് I0/2 ഉണ്ടാവുള്ളൂ. ഇൻസിഡൻറ്റ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആയിരിക്കും കംപ്ലീറ്റ്ലി. അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന വൈബ്രേഷൻ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളേ ഉണ്ടാവുള്ളൂ. ഇത് പ്ലെയിനിന് പാരലായിട്ട് വരുന്നതാണ് ഇത്. മറ്റേത് ഉള്ളിലേക്കും പുറത്തേക്കും പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതൊരു ടൈപ്പ്. വേറെ ഒന്ന് പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ കൊണ്ട് പോളറൈസേഷൻ ഉണ്ടാവാം. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അൺപോളറൈസ്ഡ് ലൈറ്റ് വന്ന് വീഴുകയാണെങ്കിൽ ഈ വന്ന് വീഴുന്നിടത്ത് നമ്മൾ നോർമലായിരിക്കും. അവിടുന്ന് ലൈറ്റ് കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, കുറച്ച് റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. റിഫ്ലക്റ്റഡ് ലൈറ്റിൽ ഒരു ടൈപ്പ് വൈബ്രേഷൻ, റിഫ്രാക്റ്റഡിൽ വേറെ ടൈപ്പാണ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റി മാറ്റി നോക്കിയിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ എത്തുമ്പോൾ IP, ദാറ്റ് ഇസ് IP ഇസ് നോൺ ആസ് പോളറൈസിങ് ആംഗിൾ. അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും, അത് പ്രത്യേകം ഓർക്കണം. ഒന്ന്, ആ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വരുമ്പോൾ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവും. റിഫ്ലക്റ്റഡ് കംപ്ലീറ്റ് പോളറൈസേഷനിൽ വരും, കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. ആൻഡ് വൺ മോർ തിങ് ഈസ് ഈ റിഫ്ലക്റ്റഡ് റിഫ്രാക്റ്റഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവും. ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ എന്തായിരിക്കണം? ആ ലൈറ്റ് വന്ന് വീഴുന്ന ആംഗിൾ പോളറൈസിങ് ആംഗിൾ ആയിരിക്കണം. പോളറൈസിങ് ആംഗിൾ ആണെങ്കിലേ സംഭവിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത് IP ആണ്, ഇത് IP ആയിരിക്കും. ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്, R എന്ന് പറയുമ്പോൾ 90 - IP ഉണ്ടാവും. അപ്പോൾ അവിടെ നമുക്കൊരു റിലേഷൻ കിട്ടും. tan IP ഈക്വൽ ടു
ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ, ഇതിൻ്റെ 1 ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ μ2 ഇതിൻ്റെ μ1 ആണെങ്കിൽ tan IP is equal to μ2 by μ1. അത് എയറിന്ന് ഇപ്പോൾ വേറെ മീഡിയത്തിലേക്കാണ് വീഴുന്നതെങ്കിൽ tan IP is equal to μ2 അല്ലെങ്കിൽ μ/1 എന്ന് വരും. ദാറ്റ് ഈസ് ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് പോളറൈസേഷൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം ആയിരിക്കും എയർന്നാണ് വീഴുന്നതെങ്കിൽ. ബ്രൂസ്റ്റേഴ്സ് ലോ എന്നാണ് എനിക്ക് പറയാം. രണ്ടാമതൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന വൈബ്രേഷനും പ്ലെയിൻ ഓഫ് ഇൻസിഡൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതേ ഉണ്ടാവുള്ളൂ. ഓക്കെ അപ്പോൾ ഇതെല്ലാം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആ ലൈറ്റ് വന്ന് വീഴുന്ന ആംഗിൾ പോളറൈസിങ് ആംഗിൾ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആവുള്ളൂ ഒന്ന്. പിന്നെ റിഫ്രാക്റ്റഡ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കവിടെ റിലേഷൻ സെറ്റ് ചെയ്യാം. ആംഗിൾ ഓഫ് പോളറൈസേഷൻ്റെ ടാൻജൻറ്റ് എടുത്താൽ ആ മീഡിയം ഏത് മീഡിയത്തിലാണോ ലൈറ്റ് വന്ന് വീഴുന്നത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഈക്വൽ ആയിരിക്കും അത്. മറ്റേ മീഡിയം എന്താണെങ്കിൽ എയർ ആണെങ്കിൽ, എയർ അല്ലെങ്കിൽ μ2 by μ1 എന്ന് എടുക്കണേ. ഇനി ഗ്ലാസ് എയർ ഇൻ്റർഫേസിൻ്റെ പോളറൈസിങ് ആംഗിൾ 57 ഡിഗ്രി ആണെന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ IP കാണണമെങ്കിൽ tan inverse μ ചെയ്താൽ പോരെ. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.52 എന്നറിയാം. അത് കൊടുത്തു കഴിഞ്ഞാൽ 57 ഡിഗ്രി എന്നൊക്കെ കിട്ടുക. അപ്പോൾ ആ 57 എന്നുള്ളത് കൂടെ മനസ്സിൽ വെച്ചോണ്ടി. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. നോക്കിക്കോ. അത് ആദ്യം തന്നെ കിട്ടിയതാണ് അത്. അപ്പോൾ അതിൽ വേദനയിൽ നമുക്ക് ചെയ്യാനുള്ള Brewster's angle IB for an interface should be tan IP അല്ലേ μ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ ഇതിനനുസരിച്ചിരിക്കില്ല. അപ്പോൾ IP വാല്യൂ IP എന്ന് പറയുമ്പോൾ tan inverse μ എന്ന് വരിക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ വാല്യൂ എന്തായാലും 1 താഴെ പോകില്ല. 1 താഴെ പോകില്ല എങ്കിൽ എടാ മ്യൂടെ വാല്യൂ 1 താഴെ പോകില്ല എങ്കിൽ 0 to 45 ഡിഗ്രി ഏതിന് കിട്ടില്ല. 0 to 45 ഡിഗ്രി ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ വരില്ല. കാരണം ടാൻ തീറ്റ 1 താഴെയാണ് 45 ഡിഗ്രി വരേക്കുള്ള ആംഗിൾ ടാനിന് കിട്ടുക. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായാലും എന്താവില്ല, 1 താഴെ പോകില്ല. അപ്പോൾ പിന്നെ 45 വരെയുള്ള ആംഗിൾ പറ്റില്ല. 90 വരുമ്പോൾ ഇൻഫിനിറ്റി ആയി പോകും. ടാൻ 90 ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലേ വരാൻ കഴിയുള്ളൂ. പോളറൈസിങ് ആംഗിൾ <90 ആവും വേണം, ഗ്രേറ്റർ ദാൻ 45 ആണ്. ഗ്രേറ്റർ ദാൻ 45 ആയിരിക്കും വേണം. 45 IB 90 ഇതാണ് ആൻസർ വരുന്നത്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇഷ്ടമായി. Unpolarized light is incident from air on a plane surface of material of refractive index mu. At a particular angle of incidence I, it is found that the reflected and refracted rays are perpendicular to each other. അതന്നെയാണ് എന്തിൻ്റെ ക്ലൂ? വന്ന് വീണ ആംഗിൾ പോളറൈസിങ് ആംഗിൾ ആണെന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇസ് കറക്റ്റ് ഫോർ ദിസ് സിറ്റുവേഷൻ? I equal to sin inverse 1 by mu. Reflected light is polarized with its electric vector perpendicular to the plane of incidence. കറക്റ്റ് ആണ്. Reflected light polarized with പാരലൽ ടു ദ ഫ്ലെയിം. ഞാൻ അപ്ലൈ പറഞ്ഞതാണ്. ആ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ പോളറൈസ് ചെയ്ത ലൈറ്റിൻ്റെ റിഫ്ലക്റ്റഡ് ലൈറ്റിലെ ഇലക്ട്രിക് വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻസ് ആണെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. ഐസിക്കൽ tan inverse 1 by mu അല്ല, tan inverse mu അല്ലേ വരേണ്ടത്. അപ്പോൾ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഈസ് ബി. Two Polaroids P1 and P2 are placed with their axis perpendicular to each other. Unpolarized light I0 is incident on P1. A third Polaroid is kept in between P1 and P2 such that its axis makes an angle of 45 degree with that of P1. Intensity of transmitted light through P2 is P1 വെച്ചു, P2 അതിന് പെർപെൻഡിക്കുലർ ആയിട്ടും വെച്ചു. ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒന്നാമത്തായിട്ട് 45 ഡിഗ്രിയിലൊരു പോളറൈസർ കൂടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ രണ്ടാമത്തായിട്ട് 2ഉം 3ഉം തമ്മിലുണ്ടാക്കുന്ന ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ഒന്നാമത്തേലേക്ക് I0 ഇൻറ്റൻസിറ്റിയുള്ള ലൈറ്റ് വന്നാൽ ഒന്നാമത്തേൽ നിന്ന് ഇറങ്ങണ I0/2, രണ്ടാമത്തേലേക്ക് കയറുന്ന I0/2, അതിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ I0/2 ഇൻറ്റു cos square 45. അത് മൂന്നാമത്തേലേക്ക് കയറിയിട്ട് ഇറങ്ങുമ്പോൾ അത് ഇൻറ്റു cos square 45. അപ്പോൾ എത്ര വരും? I0/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എന്നുണ്ടാവും. 4 8 I0/8 ഉണ്ടാവും.
0/8 കഴിഞ്ഞോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. കഴിഞ്ഞില്ലേ ക്വസ്റ്റ്യൻസ്? പോളറൈസേഷൻ ശ്രദ്ധിക്കണേ നല്ലപോലെ. പോളറൈസേഷനിൽ നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നീറ്റിന് പ്രത്യേകിച്ച് പോളറൈസേഷൻ നല്ല ക്വസ്റ്റ്യൻസ് വരലുണ്ട്. ചെയ്ത് നോക്കണം. കാര്യമായിട്ട് ഉള്ളത് ഇപ്പം അതിൽ വലിയ സംഭവമാക്കാനൊന്നും ഇല്ലല്ലോ. ഏത് മാത്രമേ ഉള്ളൂ. അത് മാത്രം നല്ലതായിട്ട് ഞാൻ പറയണേ. ഇപ്പോൾ IDSE യങ്സ്റ്റേഴ്സ് എക്സ്പെരിമെൻറ്റും പോളറൈസേഷനും കാര്യമായിട്ട് നോക്കുക. ഡിഫ്രാക്ഷൻ്റെ ചെറിയ ചെറിയ ഐഡിയാസോ അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമത്തിൻ്റെ വിടുത്തോ അങ്ങനെയൊക്കെ ചോദിച്ച് കാണാറുള്ളൂ. ഐഡിയ ഉണ്ടാവണം എന്തൊക്കെയാണ് ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ. അടുത്ത് വേണ്ട കാണാം കേട്ടോ. പിന്നെ ഒരു ചാപ്റ്റർ. ടാറ്റ.